ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും പ്രിയങ്കരനായ റമ്പാച്ചൻ, എൻ്റെ പ്രിയ സ്നേഹിതനും സുഹൃത്തുമൊക്കെ ആയിരിക്കുന്ന പരിമല സെമിനാരി മാനേജർ ആദരണീയനായ MC കുര്യാക്കോസ് അച്ഛൻ, കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നവരെ, പ്രിയപ്പെട്ടവരെ, ഈ വേദി അത് ഒരു ബലപ്പെടുത്തലിൻ്റെ വേദിയാണ്. ഈ വേദി ഒരാത്മപരിശോധനയ്ക്ക് എപ്പോഴും നിർബന്ധിക്കുന്ന വേദിയാണ്. ഈ വേദി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിൽക്കുവാൻ നിർബന്ധിക്കുന്ന വേദിയാണ്. അപ്രകാരമുള്ള ഒരവസരം വീണ്ടും എനിക്കായി ക്രമീകരിച്ചു തന്നതിൽ MC കുര്യാക്കോസ് അച്ഛൻ ഉൾപ്പെടെ, പ്രിയ റമ്പാച്ചൻ ഉൾപ്പെടെ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എൻ്റെ നന്ദി വാക്കുകൾക്കതീതം അത് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. ആമുഖ വാക്കുകൾക്ക് പ്രസക്തിയില്ലാത്ത ഈ നിമിഷങ്ങളിൽ ഇന്ന് പ്രഭാതം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മീഖാ പ്രവാചകന്റെ ദർശനവുമായിട്ടാണ്. മീഖാ പ്രവാചകന്റെ ദർശന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഈ ധ്യാനത്തിലൂടെ ശ്രമിക്കുകയാണ്. മീഖാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ വായിക്കുന്നു: അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാൾ ഓങ്ങുകയില്ല. അവർ ഇനിയും യുദ്ധം അഭ്യസിക്കുകയില്ല. അവർ ഓരോരുത്തരും താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. അവർ തങ്ങളുടെ വാളുകളെ കൊടുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാൾ ഓങ്ങുകയില്ല. അവർ ഇനിയും യുദ്ധം അഭ്യസിക്കുകയില്ല. അവർ ഓരോരുത്തരും താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. പഴയ നിയമത്തിൽ യുഗാന്ത്യത്തെപ്പറ്റി സംസാരിക്കുന്ന നിരവധി പ്രവാചകന്മാരുണ്ട്. അങ്ങനെ യുഗാന്ത്യത്തെപ്പറ്റി സംസാരിക്കുന്ന നിരവധി പ്രവാചകന്മാരിൽ ശ്രദ്ധേയനായ പ്രവാചകനാണ് മീഖാ പ്രവാചകൻ. മീഖാ പ്രവാചകന്റെ 4-ാം അധ്യായത്തിന്റെ പ്രമേയവും അന്ത്യകാലമാണ്. 4-ാം അധ്യായത്തിന്റെ ആദ്യ വാചകം തന്നെ ഇങ്ങനെയാണ്: അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം എന്ന് പറഞ്ഞാണ് 4-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ. യുഗാന്ത്യ പരതയെ പറ്റിയുള്ള ദർശനങ്ങളാണ് മീഖാ പ്രവാചകൻ പങ്കുവെക്കുന്നത്. ഈ യുഗാന്ത്യപരത എന്ന ആശയം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്കേറെ തെറ്റിദ്ധാരണകൾ പകർന്നു നൽകുന്ന ഒരവസ്ഥയായി മാറിയിട്ടുണ്ട്. നാം ജീവിക്കുന്ന കാലവുമായി ഒരു ബന്ധവുമില്ലാത്ത എന്തോ ഒന്നാണ് യുഗാന്ത്യവും യുഗാന്ത്യ ജീവിതമെന്നുമാണ് നമ്മുടെ ധാരണ. ഏതോ വലിയ ഭയാനകമായ ചിത്രങ്ങളാണ് യുഗാന്ത്യപരതയെപ്പറ്റി നമ്മൾ കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്. അഗ്നിപ്പൊയ്കകൾ, തീച്ചൂളകൾ, അന്ത്യകാലം, ഗംഭീരനാദം, കാഹളധ്വനി, അങ്ങനെ 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 അന്ത്യകാലത്തെ സംബന്ധിച്ച് ഉപയോഗിക്കപ്പെടുന്ന എല്ലാ പ്രമേയങ്ങൾ ഞങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ വർത്തമാനകാലത്തുമായി യാതൊരു ബന്ധവുമില്ലാതെ വിദൂരതയിലെവിടെയോ സംഭവിക്കാൻ പോകുന്ന ഏതോ ഒന്ന് എന്നാണ് നാം എന്തിനെ വിലയിരുത്തുന്നത്? യുഗാന്ത്യ പരതയെ വിലയിരുത്തുന്നത്. പക്ഷെ ഓർത്തഡോക്സ് സഭയ്ക്ക് വ്യത്യസ്തമായ ഒരു ചിന്തയുണ്ട് യുഗാന്ത്യ പരതയെ പറ്റി. ഓർത്തഡോക്സ് സഭയുടെ ദർശനങ്ങളനുസരിച്ച്, അതിന്റെ പഠിപ്പിക്കലനുസരിച്ച് യുഗാന്ത്യപരത എന്നത് ഈ ലോകം അവസാനിക്കുന്ന ഘട്ടത്തിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. മാമോദീസ എന്ന കൂദാശ ഏറ്റ നിമിഷം മുതൽ നാമൊക്കെ വി ആർ ലിവിങ് ഇൻ ദ എസ്കറ്റോളജിക്കൽ ഇറ, യുഗാന്ത്യപരതയിലാണ് നാം ജീവിക്കുന്നത്. അപ്പൊ മാമോദീസ എന്ന കൂദാശ പരിശുദ്ധ സഭയിലേക്ക് മാത്രമല്ല നമ്മെ ക്ഷണിച്ചത്,
മാമോദീസ എന്ന കൂദാശയിലൂടെ നാം ചേർന്ന് നിൽക്കുന്നത് അന്ത്യകാലത്തിലേക്കുള്ള നമ്മുടെ യാത്രയിലേക്കുമാണ്. അപ്പോൾ യുഗാന്ത്യപരത എന്നത് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളുമായി ചേർന്ന് ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ടത്, ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് മീഖാ പ്രവാചകന്റെ അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്ന മീഖാ പ്രവാചകന്റെ ചിന്തകൾക്ക് ഇന്നും നമ്മുടെ ജീവിതാനുഭവങ്ങളോട് ശക്തമായും സംവേദിക്കുവാൻ കഴിയുന്നത്. ഏതായാലും മീഖാ പ്രവാചകൻ രണ്ട് കാര്യങ്ങൾ ഉറപ്പു നൽകുന്നു. നമ്മുടെ പ്രതീക്ഷകളൊക്കെ നിറച്ചാർത്തുകൾ നൽകിക്കൊണ്ട്, നമ്മുടെ സ്വപ്നങ്ങൾക്കൊക്കെ ഒത്തിരി ഭദ്രത നൽകിക്കൊണ്ട്, ഏതായാലും യുഗാന്ത്യപരതയിൽ മീഖാ പ്രവാചകൻ രണ്ടു കാര്യങ്ങൾ ഇവിടെ ഉറപ്പു നൽകുന്നുണ്ട്. ഒന്ന്, ഇനിമേലാൽ യുദ്ധമില്ല, there is no war. കലഹങ്ങളില്ലാത്ത, സംഘർഷങ്ങളില്ലാത്ത, വേർതിരിവുകളില്ലാത്ത ഒരു നല്ല കാലത്തിന്റെ വരവായിട്ടാണ് മീഖാ പ്രവാചകൻ യുഗാന്ത്യപരതയെ കാണുന്നത്. രണ്ടാമതായി പറയുന്നു, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. നോ ഫിയർ, നോ വാർ ആൻഡ് നോ ഫിയർ. പിന്നെന്ത് വേണം? ഈ കാലത്ത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അത് തന്നെയില്ലേ? ആത്മസംഘർഷമില്ലാത്തൊരു നല്ല നാളിനെ പറ്റി, വിഭജനങ്ങളില്ലാത്തൊരു നല്ല നാളിനെ പറ്റി, യുദ്ധങ്ങളെ പറ്റിയും യുദ്ധശ്രുതികളെ പറ്റിയും കേൾക്കാത്തൊരു മനോഹര നാടിനെ പറ്റി, ബാങ്കും ലോണും ജപ്തിയും മദ്യപാനവും വിവാഹ സംഘർഷങ്ങളും മക്കളുടെ വിദ്യാഭ്യാസങ്ങളും ഒന്നും ഭയപ്പെടുത്താത്ത ഒരു നല്ല നാളിനെ പറ്റി. അതല്ലേ നമ്മുടെ പ്രതീക്ഷകളൊക്കെ? ഈ പരിമനയിൽ നാം ഒഴുക്കുന്ന കണ്ണുനീരിന്റെ എല്ലാം അർത്ഥം അത് തന്നെയല്ലേ? അതല്ലേ നമ്മുടെ പ്രതീക്ഷകൾ? ആ പ്രതീക്ഷകൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് മീഖാ പ്രവാചകൻ ഇന്ന് നമ്മോട് സംസാരിക്കുന്നു. യുഗാന്ത്യപരതയിൽ യുദ്ധമില്ല, യുഗാന്ത്യപരതയിൽ ഭയമില്ല. പക്ഷെ ഈ ഭയമില്ലായ്മയുടെയും ഈ യുദ്ധമില്ലായ്മയുടെയും ഒക്കെ ലോകത്തിലേക്ക് നമുക്ക് വെറുതെ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അതിന് പ്രവാചകൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്, നമുക്ക് സമഗ്ര മാറ്റമുണ്ടാവണം. വി നീഡ് ഡ്രാസ്റ്റിക് ചേഞ്ചസ്. ഈ വെറും മാറ്റമാണെങ്കിൽ അത് എളുപ്പമാണ്, നമ്മളെപ്പോഴും ചെയ്യുന്നുണ്ട്. ഇന്നലെ ചുരിദാർ ഇട്ടു, ഇന്ന് സാരി ഉടുത്തു, നാളെ എന്തുടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മാറ്റമാണല്ലോ. ഇന്നലെ ഇഡലി കഴിച്ചു, ഇന്ന് ചപ്പാത്തി കഴിച്ചു, ഇനി നാളെ എന്തെങ്കിലും കഴിക്കുക, അതും മാറ്റമാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെ നമുക്ക് എളുപ്പമാണ്. ദാറ്റ് ഓൾ ആർ ചേഞ്ചസ്. പക്ഷെ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ചേഞ്ചസ് പോരാ, ഡ്രാസ്റ്റിക് ചേഞ്ചസ് വേണം. സമഗ്രമായ മാറ്റം നമ്മളിൽ ഉണ്ടാകുന്നുവെങ്കിൽ മാത്രമേ യുദ്ധമില്ലാത്ത, ഭയമില്ലാത്ത ഒരു നല്ല നാളിലേക്ക് എനിക്കും നിങ്ങൾക്കും നാം പ്രതീക്ഷിക്കുന്നത് പോലെ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. മീഖാ പ്രവാചകൻ ഇത് സ്വപ്നം കാണുന്നത് തന്റെ ജീവിത അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. മീഖാ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്, ഈ മീഖാ പ്രവാചകൻ എവിടെ നിന്ന് വരുന്നു എന്ന്. അദ്ദേഹത്തിന്റെ നാട് ഏത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിക്കുന്നു, മൗര്യസ്ഥ്യനായ മീഖാ. ഈ മൗര്യസ്ഥ്യ പട്ടണം പഠനവിധേയമാക്കേണ്ടതാണ്. 8-ാം നൂറ്റാണ്ടില് യൂദ എന്നുള്ള വലിയ സൈനിക ശക്തിയുടെ സൈനിക താവളമായിരുന്നു മൗര്യസ്ഥ്യ പട്ടണം. ഒരു സൈനിക താവളത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നാണ് മീഖാ എന്ന വലിയ പ്രവാചകൻ കടന്നു വരുന്നത്. ഇപ്പൊ ചെറുപ്പം മുതലേ മീഖാ കണ്ടത് ക്രൂരതയുടെ മുഖങ്ങളാ. ആർദ്രത പറ്റിയ, കരുണ പറ്റിയ പട്ടാള ഉദ്യോഗസ്ഥന്മാർ, അവിടെ രക്തരൂഷിതമായ പടയോട്ടങ്ങളുടെ കഥകൾ, മറ്റുള്ളവരെ ആക്രമിക്കുന്ന ചോരയുടെ മണമുള്ള, ആർദ്രതയുടെ കണിക പോലുമില്ലാത്ത കഥകളും ജീവിത അനുഭവങ്ങളുമാണ് മൗര്യസ്ഥ്യനായ മീഖാ ചെറുപ്പം മുതലേ കേട്ടു നിന്നത്. അങ്ങനെ മനംമെടുത്ത ജീവിത പശ്ചാത്തലങ്ങളുടെ നടുവിലാണ് മീഖാ അന്ത്യകാലത്തെ പറ്റി സ്വപ്നം കാണുന്നത്. യഹോവയുടെ നാൾ വരുമ്പോൾ അവിടെ യുദ്ധങ്ങളില്ല. യഹോവയുടെ നാളുകൾ വരുമ്പോൾ ആർക്കും ആരെയും ഭയപ്പെടേണ്ടി വരികയില്ല. ചോരയുടെ രൂക്ഷമായ ഗന്ധം അവിടെയില്ല.
മുറിവേറ്റു വീഴുന്നവന്റെ പിടഞ്ഞ നൊമ്പരങ്ങൾ എവിടെയില്ല, വേദനപ്പെട്ടവന്റെ നിലവിളി എവിടെയില്ല, ഇല്ലായ്മക്കാരന്റെ ദുഃഖങ്ങൾ എവിടെയില്ല, ആശങ്കകളില്ല, ഭാരങ്ങളില്ല. മനോഹരമായ അന്ത്യകാലം. അത് ഓർത്തഡോക്സ് വിശ്വാസിയാകുമ്പോ അങ്ങ് വിദൂരതയിലല്ല, ഇന്ന് നമ്മുടെ മധ്യേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാ. മറ്റു പലരും പറഞ്ഞു പഠിപ്പിക്കുന്നത് അങ്ങ് ദൂരെ എവിടെയോ സംഭവിക്കുന്നതാണ്. അല്ല, നമ്മുടെ ജീവിതാനുഭവങ്ങളിലാണ് ഈ സമഗ്രമായ മാറ്റം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് മീഖാ പ്രവാചകൻ കാലങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്നു എങ്കിലും ഇന്ന് നമ്മോട് സംസാരിക്കുന്ന പ്രവാചകനാണ്. അതിന് കാരണമെന്നറിയാമോ? നമുക്കൊരു വിലാപമുണ്ട്. എന്റെ പ്രശ്നങ്ങൾ എന്നാണ് തീരുന്നത്? അല്ല, എന്നാ തീരുന്നേ? അല്ല, ഉറപ്പുണ്ടോ? അങ്ങനെ ഉറപ്പുള്ളവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാനും ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്റെ പ്രശ്നങ്ങളൊക്കെ എന്നാ തീരുന്നേ? അതിന് ഈ ആയുസ് മതിയാമോ അതോ 5-6 പ്രാവശ്യം വേണ്ടി വരുമോ? എനിക്ക് തോന്നുന്നു ഇക്കണക്കിന് പോയാൽ ഒരു 2-3 പ്രാവശ്യം ഈ ഭൂമി ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരാറാകൂ. കാറിന്റെ ലോണ് തീരുമ്പോ പിന്നെ വീടിന്റെ ലോണായി, വീടിന്റെ ലോണ് തീരുമ്പോ പിന്നെ വസ്തുവിന്റെ ലോണായി. എന്നാ നമ്മുടെ പ്രശ്നങ്ങൾ തീരുക? ആദ്യത്തെ കൊച്ചിനെ കെട്ടിച്ചു വിട്ടപ്പം പിന്നെ രണ്ടാമത്തെ കൊച്ചിനെ കെട്ടിച്ചു വെക്കണം. പ്രശ്നങ്ങൾ തീരുന്നു? ഭർത്താവിന് ബോംബെക്ക് ജോലിക്ക് അവസരം കിട്ടിയപ്പം പിന്നെ ദോഹയ്ക്ക് ജോലിക്ക് അവസരം കിട്ടി, ദോഹയ്ക്ക് ജോലിക്ക് അവസരം കിട്ടിയപ്പം പിന്നെ അമേരിക്കയ്ക്ക് ജോലിക്ക് അവസരം കിട്ടി. ഇങ്ങനെയൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് തീരുന്നത് എന്നതിന് ഒന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയുമോ? തീരുന്നേ ഇല്ല. ഒരു പ്രശ്നങ്ങൾ മറ്റൊരു പ്രശ്നങ്ങളുടെ ആക്കം വർദ്ധിപ്പിക്കുകയാണ്, ഒരു പ്രശ്നങ്ങളിൽ നിന്ന് മറ്റൊരു പ്രശ്നങ്ങൾ ഉദയം കൊള്ളുകയാണ്. അങ്ങനെ പ്രശ്നങ്ങൾ തീരാത്തൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മീഖാ പ്രവാചകന് ഇന്ന് പ്രഭാതത്തിൽ എന്നോടും നിങ്ങളോടും ചിലത് സംസാരിക്കാനുള്ളത്. പിന്നെ കണ്ണു തുറന്ന് നോക്കാനേ പറ്റില്ല ചുറ്റുപാടിലേക്ക്. കലഹങ്ങളേറെയാണ്. മൗരിസ്ത്യ പട്ടണക്കാരനായ മീഖായേക്കാൾ കഷ്ടമാണ് ഭാരതീയ പട്ടണക്കാരായ നമ്മുടെ സ്ഥിതി. ഇപ്പോ എവിടേക്കും നോക്കുവാൻ കഴിയുകയില്ല. വർദ്ധിതമായ കലഹങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. സംഘർഷഭരിതമായ ജീവിത ചുറ്റുപാടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ലോകം മുഴുവനും ആവേശത്തോടെ ഏറ്റുവാങ്ങിയ 3 നൊമ്പരക്കാഴ്ചകൾ ഒന്ന് പങ്കുവെക്കട്ടെ. 3 നൊമ്പരക്കാഴ്ചകൾ ലോകം മുഴുവനും ആവേശത്തോടെ ഏറ്റുവാങ്ങിയതാണ്. ഒന്ന്, മണൽത്തിട്ടയിൽ മരിച്ചു വീണ കുർഷിദി എന്ന പേരുള്ള ഒരു പിഞ്ചുബാലൻ. മറന്നിട്ടുണ്ടോ കുഞ്ഞു മകനെ? സ്വന്തം നാട്ടിൽ ഭീകരതയുടെ പേരിൽ, വംശീയ വിദ്വേഷത്തിന്റെ പേരിൽ ചിലരൊക്കെ ആക്രമണത്തിന്റെ പരമ്പരകൾ സൃഷ്ടിച്ചപ്പോ ജീവിക്കാനുള്ള കൊതി കൊണ്ട് സ്വന്തം അപ്പന്റെയും അമ്മയുടെയും കൈപിടിച്ച് സുരക്ഷിത താവളങ്ങൾ തേറി ഇറങ്ങി പുറപ്പെട്ടവനാണ് കുർഷിദി എന്ന പേരുള്ള പിഞ്ചുബാലൻ. അവൻ അവസാനം മണൽത്തിട്ടയിൽ മരിച്ചു വിറങ്ങലിച്ച് ഇങ്ങനെ കിടക്കുമ്പോ ലോകം കണ്ണീർ വാർത്തുകൊണ്ടാണ് അവനെ കടന്നത്. സ്വന്തം വീട്ടിൽ അമ്മയുടെ പാൽ നുകർന്ന് ജീവിക്കുവാൻ അവസരം നൽകാതെ, സ്വന്തം മണ്ണിന്റെ ഗന്ധമേറ്റ് ജീവിക്കുവാൻ അവസരങ്ങൾ നൽകാതെ, നാടും വീടുമൊക്കെ വിട്ട് പലായനം ചെയ്തൊരു കുഞ്ഞ് മരിച്ച് മണ്ണോട് ചേർന്ന് ലോകത്തോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ എത്ര സംഘർഷഭരിതമാണ്. മീഖാ പ്രവാചകന് അസീറിയൻ പട്ടാളവും യഹൂദിയ ദേശവുമൊക്കെ പകർന്നു നൽകിയ ഭീകരതയുടെയും കലഹങ്ങളുടെയും ആത്മാവായിരുന്നു പ്രശ്നമെങ്കിൽ നമുക്കെന്താണ് പ്രശ്നം? ലോകത്ത് നമ്മുടെ സ്വപ്നങ്ങളിൽ 1000 കുർഷിദിമാർ നമ്മുടെ ഉറക്കത്തെ ലംഘിക്കുന്നില്ലേ? രണ്ടാമത് നമ്മൾ കണ്ടത് വീണ്ടും മണൽത്തിട്ടയിലേക്ക് കടന്നു ചെല്ലുമ്പോ 21 യുവാക്കളെ മണൽത്തിട്ടയിൽ നിരത്തി നിർത്തി കഴുത്തറുത്ത അനുഭവമാണ്. അതിനെപ്പറ്റി അതിലേറെ വിസ്മയനീയമായ മറ്റൊരു വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ ധരിച്ചിരുന്നത് അവരെ 21 സഹോദരന്മാരെന്ന് വിളിച്ചു. 21 പേരും ക്രിസ്ത്യാനികളാണെന്ന് അഭിമാനം കൊണ്ടു. പക്ഷെ ഇപ്പോൾ പറയുന്നു ആ 21 പേരിൽ 20 പേർ മാത്രമേ ക്രിസ്ത്യാനികളായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലൊരാൾ പേരുകൊണ്ട് ക്രൈസ്തവ വിശ്വാസിയായിരുന്നെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ പോലും പള്ളിയിൽ പോയിട്ടുള്ളവനോ
ജീവിതത്തിൽ ഒരിക്കൽ പോലും കർത്താവിനെ പറ്റി കേട്ടവനോ മതതാൽപര്യങ്ങളിൽ ഒന്നും വിശ്വാസമുള്ളവനോ ആയിരുന്നില്ല അതിലൊരാൾ. അപ്പൊ 20 പേരുടെയും അടുക്കൽ ഭീകരവാദികൾ കടന്നു വന്നിട്ട് ചോദിക്കുന്നു, ക്രിസ്തുവിനെയും വിശ്വാസത്തെയും തള്ളിപ്പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം. അപ്പൊ 20 പേരും ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ വിശ്വാസത്തെ പരിത്യജിക്കുവാൻ ഞങ്ങളില്ല. അങ്ങനെ 20 പേരുടെ ഊഴം കഴിഞ്ഞ് 21ാമത്തെ ആളിന്റെ അടുക്കലേക്ക് എത്തിയവൻ ചോദിക്കുന്നു, നിന്റെ കാര്യം എന്താ? വാട്ട് അബൌട്ട് യു? അവൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. 20 പേർ പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളൂ. അവൻ ആദ്യമായിട്ടാണ് ക്രിസ്തുവിനെ പറ്റി കേൾക്കുന്നത്, അവൻ ആദ്യമായിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. പക്ഷെ അവൻ ധീരമായ മറുപടി പറഞ്ഞു, എനിക്ക് ഇവർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും പറയാനില്ല. അവൻ എളുപ്പമില്ലേ, അവന് വളരെ വേഗത്തിൽ പറഞ്ഞാൽ മതി, ഞാൻ ഈ മനുഷ്യനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് അവൻ ജീവനോടെ ഈ ലോകത്തിൽ എവിടെയോ ജീവിക്കേണ്ടവൻ. പക്ഷെ അവൻ കൃത്യമായി പറഞ്ഞു, 20 പേരുടെ വിശ്വാസങ്ങൾക്കപ്പുറമായി അവരുടെ വിശ്വാസ സാക്ഷ്യത്തോട്, അവരുടെ വേദനയോട്, അവരുടെ ത്യാഗത്തോട്, അവരുടെ ഇല്ലായ്മയോട് ചേർന്ന് നിൽക്കാനാണ് എനിക്ക് താല്പര്യം. അതൊരു പുതിയ അറിവാണ്. ലോകം ഇന്ന് വളരെ വിസ്മയത്തോടെ ആ ചിത്രം ഏറ്റുവാങ്ങുകയാണ്. മൂന്നാമത് ഈ ഓശാന ഞായറാഴ്ചയിൽ നാം കണ്ടു, നമ്മുടെ രക്തത്തിന്റെ രക്തവും മാംസത്തിന്റെ മാംസവുമായ കോപ്റ്റിക് വിശ്വാസികൾ, നമ്മളൊക്കെ കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് ദേവാലയ അന്തരീക്ഷത്തിൽ ദാവീദ് ആത്മജൻ ഊശാന എന്ന് പാടി ആകാശത്തിന്റെ ഉയരങ്ങളിലേക്ക് പൂക്കൾ വലിച്ചെറിഞ്ഞ് വാഴ്ത്തിയ കുരുത്തോലകൾ കാറിലും പിന്നെ വീട്ടിലും ഭദ്രമായി സൂക്ഷിച്ച് സുരക്ഷിത താവളങ്ങളിൽ എത്തുമ്പോ നമ്മുടെ സഹോദരന്മാരായ കോപ്റ്റിക് വിശ്വാസികളുടെ കുരുത്തോലകളിൽ പടർന്നൊഴുകിയത് രക്തത്തിന്റെ തുള്ളികളാണ്. ദാവീദ് ആത്മജൻ ഓശാന പാടുവാൻ പോയവർ പലരും ശവശരീരങ്ങളായി സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തി. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ലോകം മുഴുവൻ വന്യതയുടെ, ഭീകരതയുടെ, സ്വസ്ഥമായി ആരാധിക്കുവാൻ കഴിയാത്ത, അമ്മയോടും അപ്പനോടും ചേർന്നിരിക്കാൻ കഴിയാത്ത, അമ്മിഞ്ഞം പാലിന്റെ മാധുര്യം നുകരുവാൻ കഴിയാത്ത അത്രമാത്രം ഭീകരതയുടെ ലോകത്തിലേക്ക് എത്തുമ്പോൾ മീഖാ പ്രവാചകന് ഇന്ന് നമ്മോട് സംസാരിക്കാനുണ്ട്. മീഖാ പ്രവാചകൻ തന്റെ യുഗാന്ത്യ ദർശനത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ന് എന്നോടും നിങ്ങളോടും സംവേദിക്കാനുള്ളത്, എന്നോടും നിങ്ങളോടും സംസാരിക്കുവാനുള്ളത് മറ്റൊന്നുമല്ല, എ ഡ്രാസ്റ്റിക് ചേഞ്ചസ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ട സമഗ്രമായ ചില മാറ്റങ്ങളെ പറ്റിയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആക്രമണ ഭാവനകൾ, വന്യതയുടെ ഭാവങ്ങൾ, ആർദ്രത പറ്റിയ മനുഷ്യരായി നമ്മളിങ്ങനെ മാറുന്നത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കുവാൻ, ആധ്യാത്മികത കൊടികുത്തി വാഴുന്ന നമ്മുടെ മണ്ണിൽ നമ്മുടെ ഇടയിൽ എന്തിനാണ് ഇത്രയധികം ആർദ്രതയില്ലായ്മ വളരുന്നത് എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? വല്ലാത്തൊരു ആർദ്രതയില്ലായ്മയില്ലേ? അതെ, നമുക്ക് നമ്മുടെ കാലത്ത് അപ്പനെ വെട്ടിക്കൊലപ്പെടുത്തിയ മക്കളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കാലത്ത് അപ്പനെ വെട്ടിക്കണ്ടിച്ച് പിന്നെ അത് ചുട്ടികരിച്ച് 1000 കഷ്ണങ്ങളായി വെട്ടിത്തള്ളുന്ന പുത്രന്മാരെ പറ്റി ഇപ്പോഴല്ലേ നമ്മൾ കേൾക്കുന്നത്? എന്താണ്? സംസ്കാര സമ്പന്നരായി നാം നമ്മെ തന്നെ ഈ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വളരുന്നത് വന്യതയുടെ ഭാവങ്ങളല്ലേ? ഇത്രമാത്രം ഭീകരതയുടെ ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ വളരുവാണ്ടൊക്കെ വണ്ണം നമ്മൾ ആഗ്രഹിക്കുമ്പോ നാം ഒക്കെ എടുക്കുന്ന ആയുധങ്ങൾ എന്താവാം? ഇവിടെ മീഖാ പ്രവാചകൻ ഒന്നാമത് നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആയുധങ്ങളിൽ മാറ്റമുണ്ടാവണം. എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ അവർ വെപ്പൺസ്. ഈ ആയുധങ്ങളിൽ മാറ്റമുണ്ടാകുന്നതിനെ പറ്റിയാണ് മീഖാ പ്രവാചകൻ നമ്മോട് ഒന്നാമതായി സംസാരിക്കുന്നത്. അത് മീഖാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലൂടെയാണ് ആ വലിയ പ്രവാചകൻ നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചത്. 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മെ രേഖപ്പെടുത്തുന്നു, തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ഈ കൊഴുക്കളായി എന്നുള്ള പദം അത് കൊയ്ത്ത് അരിവാളുകളാണ്. അപ്പോ വാളുകളെ നിലത്തിന്റെ ഗോതമ്പ് മണികൾ കൊയ്തെടുക്കുവാൻ പര്യാപ്തമായ കൊയ്ത്തരിവാളായും കുന്തങ്ങളെ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാനുള്ള വാക്കത്തികളായുമൊക്കെ രൂപാന്തരപ്പെടുത്തേണ്ടി വരും. എവിടെ? അന്ത്യകാലത്ത് എന്നാണ് മീഖാ പ്രവാചകൻ.
അപ്പൊ വി നീഡ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ അവർ വെപ്പൺസ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇരിക്കുന്ന ആയുധങ്ങൾക്ക് സമഗ്രമായ ഒരു മാറ്റമുണ്ടെങ്കിൽ മാത്രമേ മുമ്പ് സൂചിപ്പിച്ച നോ വാർ നോ ഫിയർ ഫോർമുല ഉണ്ടല്ലോ, നോ വാർ നോ ഫിയർ ഫോർമുലയിലേക്ക് ഞാനും നിങ്ങളും എത്തണമെങ്കിൽ വി നീഡ് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ അവർ വെപ്പൺസ്. നമ്മുടെ ആയുധങ്ങളിൽ, ഈ ആയുധം എന്നുള്ളത് ഒരു ഹിംസാത്മകതയെ കുറിക്കുന്ന ഭൗതിക ആയുധങ്ങളെ മാത്രമല്ല, നോട്ടം ഒരായുധമാണ്, വാക്കൊരായുധമാണ്, ചിന്ത ഒരായുധമാണ്, കർമ്മം ഒരായുധമാണ്, ജീവിതം ഒരായുധമാണ്, പ്രാർത്ഥന ഒരായുധമാണ്. അങ്ങനെ ആയുധങ്ങൾക്ക് വ്യത്യസ്ത തലങ്ങളുണ്ട്. അപ്പം ആയുധങ്ങൾ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ഒബ്ജക്ട്സ്, ഒരു ഭൗതിക വസ്തു എന്ന തലത്തിൽ മാത്രമല്ല വെപ്പൺസ് എന്ന പദം ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ആയുധങ്ങളിൽ ഒരു മാറ്റമുണ്ടെങ്കിൽ മാത്രമേ ഭയമില്ലായ്മയുടെ യുദ്ധരഹിതമായ ഒരു മാനസിക അവസ്ഥയുടെ തലങ്ങളിലേക്ക് നമുക്ക് എത്തുവാനും എത്തപ്പെടാനും കഴിയുകയുള്ളൂ. ആട്ടെ, നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ എന്താവും? വിശുദ്ധ വേദപുസ്തകത്തിൽ ഗത്സമനയിൽ ക്രിസ്തുവിനെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ശ്രേഷ്ഠനായ പത്രോസ് അപ്പോസ്തലനോട് ക്രിസ്തു പറഞ്ഞു, നിന്റെ വാൾ. ക്രിസ്തു അവനോട് പറഞ്ഞു, ഈ ആയുധം പോരാ ആരെ സംരക്ഷിക്കുവാൻ? എന്നെ സംരക്ഷിക്കുവാൻ അനുഗ്രഹീതനായ പത്രോസേ, നിന്റെ കയ്യിലിരിക്കുന്ന ആയുധം പോരാ. നിനക്ക് തോന്നുന്നുണ്ടാവാം ഒരു വാളുകൊണ്ട് എന്റെ കഷ്ടാനുഭവത്തെ ഒഴിവാക്കാമെന്ന്. ഇറ്റ്സ് ഇമ്പോസിബിൾ. നിന്റെ കയ്യിലിരിക്കുന്ന വാളുകൾ കൊണ്ട്, നിന്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് എന്റെ കഷ്ടാനുഭവങ്ങളെ ഒഴിവാക്കുവാൻ നിനക്ക് കഴിയുകയില്ല. പത്രോസ് ആഞ്ഞു വെട്ടിയല്ലോ. പത്രോസ് ആഞ്ഞു വെട്ടി ആരെ? പടയാളിയെ. ആകപ്പാടെ ചെവിയുടെ പുറത്തുള്ളൊരു ഊപ്രിക്ക കഷ്ണം താഴെ വീണെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. നമ്മളും ഇങ്ങനെ ആഞ്ഞാഞ്ഞ് പടവെട്ടാറുണ്ട്. എന്ത് വീഴുന്നു, എന്ത് മാറ്റം ഉണ്ടാവുന്നു. നമ്മളും ആഞ്ഞാഞ്ഞ് പടവെട്ടുന്നുണ്ട്. ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളോട് നാം ചില ആയുധങ്ങൾ എടുത്ത് പടവെട്ടുന്നുണ്ട്. ജീവിതത്തിന്റെ മലവെള്ളപ്പാച്ചിലുകൾക്ക് നടുവിൽ നാം ചിറകെട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചിറകെട്ടുന്നേ? എന്തുകൊണ്ടാണ് ചിറകെട്ടുന്നത്? നമ്മൾ ചില കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ചിറകെട്ടുന്നുണ്ട്. ഇത് വീണ്ടും പഴയ നിയമത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അബ്രഹാം സാറാ ദമ്പതികൾക്ക് ഒരു മകനില്ല, അവർക്ക് നൊമ്പരമുണ്ട്. അവരിങ്ങനെ ദൈവത്തിന്റെ അടുക്ക പോയി പല പ്രാവശ്യം പറഞ്ഞു. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിന്റെ മണൽത്തിരി പോലെ വലുതാക്കും. ഇത് പറയുന്നല്ലാതെ ഫലത്തി വരണ്ടേ? ചേട്ടാ, കാത്തിരിക്കുന്നതിന് ഒരു പരിധിയില്ലേ? എല്ലാ പ്രാവശ്യവും പോയി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയും, പേടിക്കുന്ന പൊക്കവും, നിന്റെ മക്കളെ ആകാശത്തിന്റെ ഈ മണൽത്തരി പോലുള്ള പിള്ളേര് വേണ്ട, ഒരെണ്ണത്തെങ്കിലും തന്നുകൂടെ? നമ്മുടെ ചിന്തയാണ്. അബ്രഹാമും സാറായും ചോദിച്ചു, കർത്താവേ, നീ പറയുന്നത് ആകാശത്തിന്റെ മണൽത്തരി പോലെ വരുന്ന നിന്റെ സന്തതിയെ പറ്റിയാ? അതിപ്പോ തൽക്കാലം വേണ്ട, ഒരെണ്ണത്തെങ്കിലും ദാ. കാത്തിരിക്കുക. എവിടെ? എല്ലാ പ്രാവശ്യവും ദൈവം പറഞ്ഞു പേടിക്കണ്ട. അത് പ്രായമാണെങ്കിൽ അങ്ങ് റോക്കറ്റ് പോലെ പോന്നെ. അബ്രഹാം മുതു കിഴവനായി, സാറായി മുതു കിഴവിയുമായി. എന്നിട്ടും എന്തുണ്ടായില്ല? അപ്പം പിന്നെ അവർ തീരുമാനിച്ചു, ദൈവം വളരെ സ്ലോയാ. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിറകെട്ടാം. എന്തോ കെട്ടാം? നമ്മൾ പലരും അങ്ങനെയാണല്ലോ. ദൈവത്തിന്റെ സ്ലോനെസ് നമുക്ക് പാടാ. അവിടെ ദൈവം ഭയങ്കര ലേറ്റാ, ദൈവം ഭയങ്കര സ്ലോയാ. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? അവരെന്നോട് തീരുമാനമെടുത്തു, നമ്മുടെ വീട്ടിൽ ഒരു അടിമ പെൺകുടി ഉണ്ടല്ലോ, അവിടെ വരെ ആകാറാണ്. ഇപ്പൊ തൽക്കാലം പോയി അവിടുന്ന് ഒരു മോൻ വരട്ടെ, കുഴപ്പമില്ലെന്ന്. പിന്നെ അതെന്തൊക്കെ കുഴപ്പം ഉണ്ടാക്കിയെന്ന് ഞാനിപ്പോ ഇവിടെ വിശദീകരിക്കുന്നില്ല. അത് കുഴപ്പങ്ങൾ മാത്രമേ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് പിന്നെ പ്രശ്നങ്ങളുടെ ഒരു നീണ്ട പരമ്പരയാണ് അവരുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചെന്ന് ഞാൻ പറയാതെ വേദപുസ്തകം വായിക്കുന്ന നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ജീവിതത്തിന് ചിറകെട്ടുകയാണ്. പത്രോസും അത് തന്നെയാണ് ചെയ്യുന്നത്. തന്റെ ആയുധങ്ങൾ കൊണ്ട് കഷ്ടാനുഭവത്തെ പ്രതിരോധിക്കുവാനാണ് ആര് ശ്രമിക്കുന്നത്? കഷ്ടാനുഭവത്തെ പ്രതിരോധിക്കുവാൻ ആര് ശ്രമിക്കുന്നു? ഈ പത്രോസ് ശ്രമിക്കുന്നു. വാൾ ഉറയിലിട്. എന്നിട്ട് ശാന്തമായിട്ട് ഓർമ്മിപ്പിച്ചു, ഞാൻ ഇന്നലെ നിനക്കൊരു ആയുധത്തെ പറ്റി പറഞ്ഞു തന്നു, കേട്ടായിരുന്നു? ഇല്ല കർത്താവേ. എന്താണെന്നറിയാമോ, ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു കർത്താവേ, നീ പറഞ്ഞപ്പോ ഞാൻ ഉറങ്ങിപ്പോയി. ഇതാ നമ്മുടെ പ്രശ്നം. ഇന്നലെ രാത്രി
ഗെത്സമനയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ആ സമയത്ത് ശിഷ്യന്മാരെല്ലാവരും എന്ത് ചെയ്തു? ആ കൂട്ടത്തിൽ ആരും ഉറങ്ങി? അതാ, എടുക്കേണ്ടുന്ന ആയുധങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മളൊക്കെ ഉറക്കത്തിലാ. എടുക്കേണ്ടത് ആയുധങ്ങളെ പറ്റി നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഉറക്കത്തിലാണ്. അതുകൊണ്ടാണ് എടുക്കേണ്ടാത്ത ആയുധങ്ങൾ എടുത്തുകൊണ്ട് നാം ജീവിതത്തോട് പടവെട്ടുന്നത്. എടുക്കേണ്ടാത്ത ആയുധങ്ങൾ കരങ്ങൾ എടുത്തുകൊണ്ട് നാം ജീവിതത്തോട് പടവെട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഫിയർ മാറാത്തത്, സംഘർഷങ്ങളും മാറാത്തത്, ദുഃഖവും മാറുന്നില്ല, പ്രാരാബ്ദങ്ങളും മാറുന്നത്. അതല്ലേ പറയാ, ഈ എന്റെ പ്രശ്നങ്ങൾ ഇനി എന്നാച്ചോ തീരുന്നേ? ആർക്കറിയാം? ഇങ്ങനെ പോയാൽ അത് ഒരിക്കലും തീരുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ, we need drastic changes in our weapons. അത് വാളെങ്കിൽ അത് കൊയ്ത്തരിവാളായി രൂപാന്തരപ്പെടണമെന്നാ മീഖ പറഞ്ഞത്. അത് കുന്തമെങ്കിൽ വാക്കത്തിയായി ഹിംസാത്മകതയിൽ നിന്ന് ഗുണപരതയിലേക്ക് മാറണമെന്നാണ് ആരോർമ്മിപ്പിച്ചത്. കുന്തത്തിന് കുത്തുമ്പോ നിർദാക്ഷിണ്യം ശരീരത്തെ കൂടെ കയറിപ്പോനെ അറിയത്തുള്ളൂ, വേറൊന്നും അതിനറിയില്ല. വാളുകൾക്ക് വീശിയാൽ അവരുടെ ദേഹത്ത് മുറിവും രക്തവും പൊടിക്കുവാൻ മാത്രമേ അവൻ അറിഞ്ഞുകൂടൂ, മറ്റൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ കൊയ്ത്തരിവാൾ എന്ന് പറയുന്നത് ഗോതമ്പ് മണികളെ മൂടോടെ ചെത്തിയെടുത്ത് എന്റെ ആഹാരത്തിന്റെ അന്നത്തിന്റെ സാധ്യതകൾ തുറക്കും. ഗുണപരതയാണ് ഇവിടെ. വാക്കത്തികൾ കൊണ്ട് തേങ്ങ പൊതിക്കാം, വാക്കത്തി കൊണ്ട് ഗാർഹിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാം. അവിടെയും അതിന് ഗുണപരതയാണുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആയുധങ്ങളിൽ അപരനെ മുറിവേൽപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണോ ബാക്കിയാക്കുക? അപരനെ മുറിവേൽക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണോ നമ്മുടെ ആയുധങ്ങൾ നമ്മുടെ കയ്യിലാകുക? എങ്കിൽ മീഖാ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു, നോ ഫിയർ നോ വാർ. ഈ ഫോർമുലയിലേക്ക് ഞാനും നിങ്ങളും എത്തണമെങ്കിൽ എന്ത് മാറണം? അടിച്ചു പരത്തണമെന്നാ പറഞ്ഞേ മീഖ. അടിച്ചു പരത്തണം. എന്തോന്നാ? നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ഗുണപരതയിലേക്ക് അടിച്ച് പരത്തേണ്ടതുണ്ട്. ഇവിടെ ഇത് പറയുവാൻ ശ്രമിക്കുന്നത് അസീറിയൻ മേൽക്കോയ്മയുടെ പ്രശ്നത്തിനാണ്. അസീറിയൻ മേൽക്കോയ്മയിൽ നിന്നുകൊണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടുണ്ട്. എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അതെ, നമ്മുടെ ജീവിതത്തിൽ അകാരണമായ ഭയം വർദ്ധിക്കുന്നുവെങ്കിൽ അതിൻ്റെയും കാരണം മേൽക്കോയ്മ തന്നെയാണ്. അസീറിയൻ മേൽക്കോയ്മയൊന്നുമല്ല, അതിന് വേറെ പേരിട്ട് വിളിക്കണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു സമവാക്യമുണ്ട്, ഒരു തിയറിയുണ്ട്. ആ തിയറിയുടെ പേരറിയണോ? വേദപുസ്തകത്തിലുണ്ട് ആ തിയറിയുടെ പേര്. വേദപുസ്തകത്തിൽ ആ തിയറിയുടെ പേര് കൊടുത്തിരിക്കുന്നത് റെബേക്കൻ തിയറി എന്നാണ്. എന്താ തിയറി? റെബേക്കൻ തിയറി. അതാണ്, അമ്മമാരാണ് ഇത് കണ്ടുപിടിച്ചേ. എന്താ റെബേക്കൻ തിയറി പറയാമോ? തോൽപ്പിച്ച് വളരണം. അതാണ് റെബേക്കൻ തിയറി. നമ്മുടെ അമ്മമാരൊക്കെ നമ്മുടെ കുട്ടികളോട് നിരന്തരമായി പറയുന്നത്, എന്നാ മുടിഞ്ഞാലും വേണ്ടില്ല, ഒന്നാമനാവണം, ആരെ തട്ടിയാലും കുഴപ്പമില്ല, ഒന്നാമൻ. റെബേക്കൻ തിയറികളാണ് നാം ഇവിടെ നമ്മുടെ തലമുറയുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കുന്നത്. ഒന്നാമനാകാൻ പഠിപ്പിക്കുന്ന തലമുറയോട് വിനയാന്യതരാകണമെന്ന് ആരും പറയാറില്ല. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ഒന്നാമനാകണമെന്ന് നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഈ തലമുറയോട് കുഞ്ഞേ വിനയാന്യതനാകണമെന്നാരും പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മളൊരു ഡോമിനേറ്റിംഗ് ജനറേഷനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്താണ് ഡോമിനേറ്റിംഗ് ജനറേഷൻ? എവിടെയും ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു തലമുറയാണ് നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത വിജയത്തെ പറ്റിയുള്ള സ്വപ്നങ്ങൾ. അപ്പം നാം അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ആയുധങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ല. വിട്ടുവീഴ്ചയില്ലാത്ത ആയുധങ്ങൾ നമ്മുടെ തലമുറയുടെ കയ്യിൽ കൊണ്ടുകൊടുത്താൽ അവന് ലോകത്തോട് വിട്ടുവീഴ്ചയില്ല. അത് പോട്ടെ, നമ്മോട് വിട്ടുവീഴ്ച ഉണ്ടാവും. ഞാൻ ഈ അടുത്ത കാലത്തൊരു വീട്ടിൽ ചെന്നപ്പം 7:30 മണിയായുള്ളൂ വൈകിട്ട്. എല്ലാവരും സീരിയൽ കാണുന്ന തിരക്കിലാണ്.
എന്നാണ് പതിവ് പ്രസംഗ ശൈലി. പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അപ്പനും വല്യമ്മയും വല്യപ്പനും മാത്രമേ ഉള്ളൂ. ഒരു ലൈറ്റ് പോലും ഇടാതെ അന്ധകാരത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്നെ പറ്റി? കരണ്ട് പോയോ അതോ കരണ്ട് കെട്ടാണോ? ഉടനെ അപ്പൻ അപ്പോഴൊന്നും പറഞ്ഞില്ല. ആ മാന്യനായ വ്യക്തി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കാറിൻ്റെ ഡോറ് തുറന്ന് വളരെ രഹസ്യമായി എൻ്റെ ചെവി പറഞ്ഞു, അച്ചോ 7 മണി കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി ചാർജ് കൂടുതലായതുകൊണ്ട് ലൈറ്റ് ഇടലെന്നാ മോൻ്റെ ഓർഡർ, അതുകൊണ്ടാണ്. ആർക്കാ പ്രിയപ്പെട്ടവരെ വിട്ടുവീഴ്ചയുള്ളത്? അപ്പനോട് പോലും ഒരു മോന് വിട്ടുവീഴ്ചയില്ലാതെ പോയാൽ എന്തു തരം തലമുറയാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കണേ? എന്തുതരം തലമുറയുടെ മഹത്തായ സൃഷ്ടികർമ്മമാണ്. ലോകത്തോട് വേണ്ട, അയൽവക്കക്കാരനോട് വേണ്ട, അത് പോട്ടെ, ജനിപ്പിച്ച അപ്പനോടെങ്കിലും അല്പം വിട്ടുവീഴ്ച വേണ്ടേ? നൊന്ത് പ്രസവിച്ച അമ്മയോടെങ്കിലും അല്പം വിട്ടുവീഴ്ച ന്യായമായും പ്രകടിപ്പിക്കണ്ടേ? ഇതെന്തൊരു ലോകമാണ് പ്രിയപ്പെട്ടവരെ! നമുക്കൊരു മാറ്റം വേണ്ടേ? ഇങ്ങനെ കുറെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിഭാശാലികളെ സൃഷ്ടിച്ചുകൊണ്ട് എന്ത് പ്രയോജനം? ആർക്കെന്താ പ്രയോജനം? ഈ സമൂഹത്തിനോ ഞിങ്ങോ? ഈ സമൂഹത്തിന് പ്രയോജനം വേണം, അല്ലെ ഞങ്ങൾക്കും പ്രയോജനം വേണം. ഇത് ഞങ്ങൾക്ക് സമൂഹത്തിന് ഒരുപോലെ പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ സാഹസം? ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആലോചിക്കണം. വീട്ടിൽ പോയി ഈ സമൂഹത്തിന് പ്രയോജനം വേണം, അല്ല പിന്നെ സ്വാർത്ഥതയിൽ നിനക്കെങ്കിലും പ്രയോജനം വേണം. ഇത് നിനക്കുമില്ല, സമൂഹത്തിനുമില്ല. വി ആർ ഒരു ഡോമിനേറ്റിംഗ് ജനറേഷനെയാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പനോട് പോലും അമ്മയോട് പോലും കരുണ കാണിക്കാത്ത ഒരു തലങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മീഖാ പ്രവാചകൻ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്, നീ അടിച്ചു പരത്ത്. എന്തോ പരത്ത്? ഒരു ദാക്ഷിണ്യമില്ല. ഈ അടിച്ചു പരത്ത് എന്ന് പറയുന്നത് ആലയിൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണ്, അല്ലേ? അത് വെറുതെ ഒരു പച്ചിരുമ്പിന്റെ മുമ്പിൽ ഇങ്ങനെ അടിച്ചാലൊന്നും അത് വരത്തില്ല, അതിങ്ങനെ തെറിക്കും. അത് തെറിക്കുക മാത്രമല്ല, പച്ചിരുമ്പ് കഷ്ണത്തിൽ ഇങ്ങനെ ആഞ്ഞാഞ്ഞടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് തെറിച്ച് നമ്മുടെ ദേഹത്ത് മുറിവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അടിച്ചു പരത്തുക എന്ന് പറഞ്ഞ പ്രയോഗം എന്തുവാ? അത് ആലയിൽ വെച്ച് നല്ലവണ്ണം ചൂടാക്കി ചുട്ടുപഴുത്ത് അതിനെ മണ്ടക്കയിൽ ഈ അടിച്ചു പരത്ത് നടക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ രൂപപരിണാമം ഉണ്ടാകുകയുള്ളൂ. പക്ഷെ നമ്മളിപ്പോ എന്താ? നമ്മള് പേടിയാ. നമുക്ക് ഈ ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും പറ്റത്തില്ല. നമുക്കിത് ചൂടാക്കാനോ തല്ലിപ്പഴിപ്പിക്കുവാനോ അതൊന്ന് അടിച്ചു വരുത്തുവാനോ അവന്റെ കയ്യിലിരിക്കുന്ന മൂർച്ചയേറിയ കുന്തത്തെ ഗുണപരമായ കൊയ്ത്തരിവാളാക്കി മാറ്റാനോ അവന്റെ കയ്യിലിരിക്കുന്ന മൂർച്ചയേറിയ വാളിനെ വക്കത്തി എന്ന ഗുണപരതയിലേക്ക് നയിക്കുവാനോ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. അത് രണ്ടാമത്തെ പ്രശ്നം. ഒന്ന് മേൽക്കോയ്മയെ പറ്റി അച്ഛൻ പറഞ്ഞെങ്കിൽ, രണ്ടാമത്തെ പ്രശ്നം നമ്മളൊക്കെ നിശബ്ദരാണ്. വി ആർ ദ സൈലന്റ് ഓഡിയൻസ്. നിശബ്ദർ ഇവിടെയുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവപുരുഷനായ ഹിസ്കിയാവുണ്ട്. ദൈവപുരുഷനായ ഹിസ്കിയാവ് ഇവിടെയുണ്ട്. പക്ഷെ അദ്ദേഹം ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പരിശുദ്ധന്മാരാണ്. ആണോ? നമ്മളെല്ലാവരും പരിശുദ്ധന്മാരാണ്. പരിശുദ്ധിയിലേക്ക് വളരാൻ സാധ്യതയുള്ളവരാണ്. സംശയം എന്താ? പക്ഷെ നമ്മളൊക്കെ നിശബ്ദരാണ്. പലരും നിഷ്ക്രിയരാണ്, നിശബ്ദരാണ്. നിശബ്ദതയുടെ തലങ്ങളിൽ പലരും പലപ്പോഴും പറയും, അച്ഛാ പ്രതികരിക്കാൻ പോയാൽ ഒത്തിരി പ്രതികരിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാനൊന്നും ഇപ്പം എന്നിട്ട് പറയും 2 കൈയും കൂട്ടിയടിച്ചാലല്ലോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും നിശബ്ദരാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മുടെ വാക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ചിലപ്പോൾ നമ്മുടെ ഒരു വാക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഇന്ന് ഭർത്താവിനോട് പിണങ്ങി എത്ര പേരെന്നെ കേൾക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. കൂട്ടുകാരോട് പിണങ്ങി എത്ര പേരെന്നെ കേൾക്കുന്നെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പള്ളിയിലെ അച്ഛനോട് പിണങ്ങി എത്ര പേർ ഇവിടെ ഇരിപ്പുണ്ടെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പാ. എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കില്ല, വരമൊന്നും കിട്ടാത്തതുകൊണ്ട് അത്ര നിശ്ചയില്ല. അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ജപിച്ചിട്ട് പറയാമായിരുന്നു ഇത്ര പേർ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് സൽക്കാലം ഇപ്പം ആ വരം കിട്ടാത്തതുകൊണ്ട് എനിക്കത് പറയാൻ സാധിക്കുന്നില്ല. എന്നാ പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാ, ഇന്നും ഇന്നലെയും ഒക്കെയായി അല്ലറ ചില്ലറ സൗന്ദര്യ പണക്കങ്ങളുമായി ജീവിക്കുന്ന കുറെ പേരെ കേൾക്കുന്നുണ്ട്. ഉറപ്പാ ഇവിടെ ഇരിപ്പുണ്ട്. അവരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, സ്നേഹത്തോട് ഓർമ്മിപ്പിച്ചോട്ടെ, ചിലപ്പോൾ നിങ്ങളുടെ ഒരു വാക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. പരീക്ഷിച്ചു നോക്കുന്നോ? താല്പര്യമുണ്ടെ പരീക്ഷിക്കാം.
ചിലപ്പോൾ നിങ്ങളുടെ ഒരു വാക്ക്, നിങ്ങളുടെ നിശബ്ദതയുണ്ടല്ലോ, ഈ മുഖം വീർപ്പിച്ച് പ്രഷർ കൂട്ടി, ഷുഗർ കൂട്ടി, കൊളസ്ട്രോൾ കൂട്ടി 5-6 ദിവസമായി നാപ്പ് തുടങ്ങിയിട്ട്. അപ്പൊ നമുക്ക് ഈ എയർ ഒന്ന് കുത്തിവിട്ടേച്ച് ചിലപ്പോൾ നമ്മുടെ ഒരു വാക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ആ വാക്ക് സോറി എന്നാ. ഇനി സോറി പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോട്ടെ, ഇനി ഇച്ചിരൂടെ സീറ്റായിട്ട് പറയണമെങ്കിൽ പോട്ടെ പൊന്നെ എന്നങ്ങ് പറഞ്ഞു. ഇച്ചിരൂടെ സീറ്റാക്കണമെങ്കിൽ അങ്ങനെ പറയാം. എങ്കിൽ ഈ ചെറിയ 2-3 കാര്യങ്ങൾ ഇന്ന് വീട്ടിൽ പോയി പറഞ്ഞ 5-6 ദിവസത്തെ ഈ വലിച്ചു പിടിപ്പിനൊരായുണ്ടാവും. കാരണം ആ പുള്ളി അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ വായിന്ന് സോറി, നമ്മൾ ജമ്മത്തത് പറഞ്ഞിട്ടില്ലല്ലോ. ഒന്ന് പറഞ്ഞു നോക്ക്, ചുമ്മാ ഒന്ന് പറഞ്ഞു. നമ്മൾ ജമ്മത്തത് പറയാറില്ലല്ലോ. നമ്മുടെ നിശബ്ദത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഫിയർ ആൻഡ് വാർ, അതാണല്ലോ നമ്മുടെ വിഷയം. ഭയവും യുദ്ധം എന്നതിനെ കലഹം എന്ന് വ്യാഖ്യാനിക്കാനാണ് താല്പര്യം. യുദ്ധം എന്ന് പറഞ്ഞാൽ പറയാം എന്റെ വീട്ടിൽ യുദ്ധമൊന്നും ഇല്ലെന്ന്. അതുകൊണ്ട് കലഹം, ഫിയർ ആൻഡ് വാർ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് കഴിയും. പക്ഷെ നാം ഒക്കെ അകാരണമായ നിശബ്ദതയിലാണ്. നിശബ്ദത നല്ലതാ പൗരസ്ത്യ ശാസ്ത്രത്തിൽ ദൈവത്തെ കണ്ടുമുട്ടാനെങ്കിൽ. ദൈവവുമായി സംസാരിക്കുവാൻ തക്കവണ്ണം ഏറ്റവും മെച്ചപ്പെട്ട ആയുധമാണെന്ത്? പക്ഷെ ഭർത്താവിനോട് സംസാരിപ്പാൻ നിശബ്ദതയല്ല ആയുധം. ചിലരെ കണ്ടുണ്ട്, എന്താടി പ്രശ്നം? ഒന്നുമില്ലെന്നേ. എടി നീ പറ, എന്താ പ്രശ്നം? ഇത് കടന്നിൽ കുത്തി മൂത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസം 1 അവള് ജന്മം ചെയ്ത പറയത്തില്ല, എടി നിന്റെ പ്രശ്നം എന്താ? അപ്പൊ അതാ പറഞ്ഞേ, കർത്താവിനോട് സംസാരിപ്പാൻ നിശബ്ദത നല്ല ആയുധ, അത് പരിശീലിക്കണം. പക്ഷെ ഭർത്താവിനോട് സംസാരിപ്പാൻ നിശബ്ദതയല്ല ആയുധം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഫിയർ ആൻഡ് വാർ ഫോർമുല വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. അത് മാറണമെങ്കിൽ ഈ നിശബ്ദതയിൽ നിന്ന് നമുക്കൊന്ന് ഉണരുവാനും ഉണർന്നെഴുന്നേൽക്കുവാനും ഒക്കെ കഴിയേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. എനിക്ക് അതിവേഗം മുന്നോട്ട് പോകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിശബ്ദതയുടെ തലങ്ങളിൽ നിന്ന് അതൊരായുധമല്ല. ദൈവത്തോട് സംസാരിക്കാൻ മാത്രമേ നാം നിശബ്ദത ആയുധമായി കാണാവൂ. മനനവും മൗനവും ദൈവത്തോട് സംസാരിക്കുന്ന മറ്റൊന്നാണ്. നമ്മൾ പലരും യഥാർത്ഥ കാരണങ്ങളെ ചൊല്ലിയല്ല കലഹിക്കുന്നത്. പറയാമോ? യഥാർത്ഥ കാരണങ്ങളെ ചൊല്ലിയല്ല നമ്മൾ പലപ്പോഴും, നമ്മൾ ആരും കലഹിക്കുന്നത് യഥാർത്ഥ കാരണങ്ങളെ ചൊല്ലിയല്ല. സ്ഥിരമായി വൈകി വരുന്ന ഭർത്താവ് എവിടെ പോയി എന്നുള്ള നമ്മുടെ സംശയം കുറെ നാളായി മനസ്സിലുണ്ട്. പക്ഷെ അത് പുള്ളിയോട് ചോദിക്കാൻ നമ്മളെ കൊണ്ട് ഒരു ദിവസം നമ്മളങ്ങനെ എടുത്തിട്ട് വിഷയം മുളക് പൊടി വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അധികം മുളക് പൊടി വാങ്ങിച്ചില്ല, എന്റെ പൊന്നെ തീർന്നു. അപ്പൊ ആ മണ്ടൻ ഭർത്താവ് ചിന്തിച്ചു, എടാ ഒരു മുളക് പൊടി ഞാനിപ്പോ അതിനുവേണ്ടി ഇപ്പൊ എന്റെ ഭാര്യ എന്തിനാ ഇത്ര വഴക്കുണ്ടാക്കുന്നത്? ആ മണ്ടൻ ഭർത്താവിനും മനസ്സിലായില്ല സ്ഥിരമായി വൈകി എത്തുന്നതിനെ പറ്റി എന്റെ ഭാര്യ കലഹിക്കുന്നതെന്ന്. മിടുക്കിയായ ഭാര്യയോട്ട് പറഞ്ഞുമില്ല ഇത് ഞാൻ എന്തിനാ വൈകുന്നതെന്ന്. അപ്പൊ കാരണങ്ങൾ ഇതുവരെ വ്യക്തമല്ല, പക്ഷെ സംഘർഷങ്ങൾ ഇന്നും തുടരുകയാ. നമ്മളൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയ തീരുന്ന ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അവളെന്നോട് ചെയ്ത് ഓർത്ത ഈ ജമ്മത്ത് ഞാൻ മറക്കണ്ട, കൂട്ടിച്ചു വെച്ചു, ആർക്കാ കുഴപ്പം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുധങ്ങളിൽ ഒരു സമഗ്രമായ മാറ്റത്തെ പറ്റിയാണ് മീഖാ പ്രവാചകൻ പറയുന്ന ഡ്രാസ്റ്റിക് ചേഞ്ചിനെ പറ്റിയാണ് നാം ചിന്തിക്കുന്നുവെങ്കിൽ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചു. ഒന്ന്, ആയുധങ്ങൾ എടുക്കേണ്ട ആയുധങ്ങളാണ് നാം എടുക്കേണ്ടത്. 2, മേൽക്കോയ്മയുടെ ഭാവങ്ങളാണ് നാം ഇല്ലാതെയാക്കേണ്ടത്. അകാരണമായ നിശബ്ദതകളാണ് നാം മാറ്റിയെടുക്കേണ്ടത്. അടുത്തത് അതിനേക്കാൾ ഭയാനകമാണ്, വല്ലാത്തൊരു വന്യത, ക്രൂരത. വല്ലാത്തൊരു വന്യതയും ക്രൂരതയും ഒക്കെ നമ്മുടെ ജീവിത അനുഭവമാണ്. ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, പ്രകാശത്തിന്റെ അഭാവമാണ് അന്ധകാരം, സ്നേഹത്തിന്റെ അഭാവമാണ് തിന്മ. അന്ധകാരം അകറ്റുവാൻ പ്രകാശം കത്തിച്ചു വെച്ചാൽ മതിയാവും, തിന്മയെ അകറ്റുവാൻ സ്നേഹം തന്നെ കത്തിച്ചു വെക്കണം. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, പ്രകാശത്തിന്റെ അഭാവമാണ് എന്ത്? അന്ധകാരം. സ്നേഹത്തിന്റെ അഭാവമാണ് തിന്മ. അന്ധകാരം അകറ്റുവാൻ പ്രകാശം കത്തിച്ചു വെച്ചാൽ മതി, തിന്മയെ അകറ്റുവാൻ എന്ത് കത്തിച്ചു വെക്കണം? കത്തിക്കുവോ?
സ്നേഹം തന്നെ കത്തിച്ചു വെക്കേണ്ടി വരും. സ്നേഹം കത്തിച്ചു വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് ഒഴിഞ്ഞു പോകുകയുള്ളൂ. എന്തുമാത്രം ക്രൂരതയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നത് മീഖാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 2-3 വാക്യങ്ങളൊന്ന് വായിക്കണം. ഞാൻ വായിക്കാം. നിങ്ങൾ ത്വക്ക് അവരുടെ മേൽ നിന്നും മാംസം അവരുടെ അസ്ഥികളിൽ നിന്നും പറിച്ചു കളഞ്ഞു. നിങ്ങൾ എൻ്റെ ജനത്തിന്റെ മാംസം തിന്ന് അവരുടെ ത്വക്ക് അവരുടെ മേലിൽ നിന്ന് ഉരിഞ്ഞു കളഞ്ഞെന്ന്. പച്ച മനുഷ്യനെ ജീവനോടെ നിർത്തി അവന്റെ തൊലി ഉരിച്ചു കളഞ്ഞെന്ന്. എന്തൊരു വന്യതയാ! അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതങ്ങ് മീഖാ പ്രവാചകന്റെ കാലത്താണെന്ന്? നമ്മൾ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തൊരു പുത്രനെ കണ്ടില്ലേ? അപ്പനെ വെട്ടി കുളിമുറിയിലിട്ട് കത്തിച്ച്, അമ്മയെ വെട്ടി കുളിമുറിയിലിട്ട് കത്തിച്ച്, പിന്നെ സഹോദരിയെ വെട്ടി കുളിമുറിയിലിട്ട് കത്തിച്ച്, പ്രായമായൊരു അമ്മച്ചിയെ വേണ്ടെന്ന് അമ്മച്ചിയെ വെട്ടിച്ച്. ഈ ഭീകരതകൾ മീഖായുടെ കാലത്ത് മാത്രമാണോ? നമ്മുടെ കാലത്തുമില്ലേ? നമ്മുടെ ചുറ്റുപാടുമില്ലേ പ്രിയപ്പെട്ടവരെ? എത്ര വന്യതയുടെ ഭാവങ്ങളാ, എത്ര ക്രൂരതയുടെ ഭാവങ്ങളാ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അത് നമ്മുടെ നമ്മുടെ പരിശീലന മുറകളെ ഒന്ന് മാറ്റി ചിന്തിക്കുമോ? ഈ പ്രസംഗം എഴുതിക്കൊണ്ടിരുന്നപ്പോ ഇന്നലെ എൻ്റെ 2 പുത്രന്മാരും എൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, പപ്പ എന്തെടുക്കുക? അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ രാവിലെ നാളെ പരുമലയിലൊന്ന് പ്രസംഗിക്കണം. അപ്പൊ 2 പേരും കാർട്ടൂൺ ഗെയിമൊക്കെ കണ്ടേച്ച് വരുന്ന വരവാ. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങളിപ്പോ സ്ഥിരമായിട്ട് കാണുന്ന കാർട്ടൂൺ ഗെയിം ഒന്ന് പറയാമോ അപ്പനോട്? അവന്മാരൊരു ലിസ്റ്റ് പറഞ്ഞു. ആ ലിസ്റ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് ആംഗ്രി ബേർഡ്സ്, അവൻ നന്നാവും ഉടനെ. 2 ബാഡ് പിക്കീസ്, പിന്നെ എന്തോ AQ3D ഷൂട്ടിംഗ്. ഇതൊക്കെയാണ് എൻ്റെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ ക്രൂരതയുടെ വന്യഭാവങ്ങളാണ്. മറ്റുള്ളവന്റെ മുമ്പിലേക്ക് നിർദാക്ഷിണ്യം ബുള്ളറ്റ് കൊണ്ട് പറപറ വായിക്കുന്ന തലങ്ങളിൽ നിന്നുകൊണ്ട് അവരെത്തുകയാണ്. അപ്പോ ഇവിടെ ക്രൂരതകളാണ് നാം പരിശീലിക്കുക. നമ്മളൊന്നും അപ്പനായി ഞാൻ അറിഞ്ഞു പോലും ഇല്ല. പക്ഷെ അവരൊക്കെ കാണുന്നതും അവരൊക്കെ ആസ്വദിക്കുന്നതും ഈ തലമുറയൊക്കെ കാണുന്നതും ബാഡ് പിക്കീസും ആംഗ്രി ബേർഡ്സും ഒക്കെയാ. അവന്റെ മനസ്സിലെവിടെയാണ് ആർദ്രത? അവരുടെ മനസ്സിൽ ക്രൂരതയുടെ വന്യമായ ഭാവങ്ങൾ വളരുകയില്ലേ, വളർത്തിയെടുക്കുകയില്ലേ? ആയുധങ്ങൾ മനസ്സിന്റെ ക്രൂരത കൊണ്ട് മൂർച്ച കൂട്ടപ്പെടുകയില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ നാവുകൾക്ക് പോലും ഒരു വല്ലാത്ത മൂർച്ച കൈവരുന്നില്ലേ? നമ്മൾ ഈ പറയാറുണ്ട്, എന്റെ ചാവൾ എന്നെ കുത്തി നോവിച്ചു. എന്തോ കൊണ്ടാ? സത്യം പറ, അവൾ എന്തോ കൊണ്ടാ കുത്തി നോവിച്ചേ? ആകപ്പാടെ നാവിന് ഇത്ര നീളമുണ്ട്, ഇതുകൊണ്ട് അങ്ങനെ കുത്താനും നോവിക്കാനും കഴിയുന്നേ? മതി, എന്തിനാ അധികം? അത്രയും തന്നെ മതി. നാവുകൾ കൊണ്ട് വല്ലാതെ നമ്മുടെ നാവുകൾക്ക് എന്താ ഇത്ര മൂർച്ച? നാവുകൾ എന്തുകൊണ്ട് ഇത്ര ഭീകരമാകുന്നത്, ഇത്ര ഭയാനകമാകുന്നത്? നാവുകൾക്ക് എന്തുകൊണ്ട് ഇത്ര വലിയ മൂർച്ച ഉണ്ടായി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് മനസ്സിന്റെ ഉള്ളിലെ ക്രൂരതയാ. മനസ്സിന്റെ ഉള്ളിലെ ക്രൂരതയിൽ നിന്നാണ് നമ്മുടെ നാവുകൾക്ക് ഇത്ര മൂർച്ച വന്നതെന്ന് മറക്കല്ല്. നമ്മുടെ തലമുറയുടെ മുമ്പിൽ ആർദ്രതയില്ലാത്ത ഭാവങ്ങൾ എത്തി നിൽക്കുന്നത് അവിടെയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് മീഖാ പ്രവാചകൻ സമാധാനത്തിന്റെ യുഗപ്പിറവിക്കായി അന്ത്യകാലത്തിന് വേണ്ടി മനസ്സിന്റെ രൂപാന്തരവും ആയുധത്തിന്റെ പുനർനിർമ്മാണവും നമ്മോട് ആവശ്യപ്പെട്ടത്. 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. മനസ്സിന്റെ രൂപാന്തരവും ആയുധത്തിന്റെ പുനർനിർമ്മാണവും നമ്മോട് മീഖാ പ്രവാചകൻ ഡ്രാസ്റ്റിക് ചേഞ്ചസ്, വെറും ചേഞ്ച് പോരാ, ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ അവർ വെപ്പൺസ്, നമ്മുടെ ആയുധങ്ങളിൽ സമൂലമായ ഉടച്ചുവാർക്കൽ ആര് നമ്മോട് ഓർമ്മിപ്പിച്ചത്? മീഖാ പ്രവാചകൻ നമ്മോട് ആവശ്യപ്പെട്ടത്. ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുക മാനുഷിക പദ്ധതിയാണ്. പക്ഷെ ജീവിതങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നതാണ് ദൈവിക പദ്ധതി. ഒന്നുകൂടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നത് മാനുഷിക പദ്ധതിയാണ്. പക്ഷെ ജീവിതങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നതാണ് ദൈവിക പദ്ധതി. നമ്മുടെ ജീവിതത്തെ ഒരു തലമുറയെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം മൂർച്ച കൂട്ടിയെടുക്കുവാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, സെലക്ഷൻ പോരാ. എവിടെ നിന്നുകൊണ്ടാ പറയുന്നേ? തുണിക്കട നിന്നാ പറയുന്നത്, ഓ ഇവിടെ തീരെ സെലക്ഷൻ ഇല്ലെന്നേ. അല്ല പിന്നെ ആഭരണക്കടയിൽ നിന്നുകൊണ്ടാ പറയുന്നത്, ഓ തീരെ. ഇത് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്റെ മക്കൾ എന്നെ നോക്കിയിട്ട് ഇത് പറയുമോ? ഓ അപ്പന്റെ ജീവിതത്തിൽ ഒരു സെലക്ഷനും ഇല്ല.
മമ്മിയുടെ ജീവിതത്തിൽ യാതൊരു, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സെലക്ഷൻസ് ഉണ്ടാവുമോ? നമ്മുടെ ജീവിതത്തെ ഒന്ന് മൂർച്ച കൂട്ടിയെടുക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജീവിതത്തിന്റെ ഒരു തലമുറയെ സാംശീകരിക്കാൻ തക്കവണ്ണമുള്ള മൂർച്ചകൾ കൈവരിക്കുവാൻ കഴിയുമോ എന്നത് ശാന്തമായി ആലോചിക്കണം. അത് നമ്മൾ എടുക്കുന്ന ആയുധങ്ങളിലാണ് ആ മാറ്റം. 2 യാത്രകൾ, 2 journeys to Jerusalem എന്നൊരു പ്രയോഗമുണ്ട്. 2 യാത്രകൾ. ഒന്നാമത്തെ യാത്ര, ക്രിസ്തുവിനെ ന്യായം വിധിച്ച പീലാത്തോസ് എങ്ങനെ യെരൂശലേമിലേക്ക് പ്രവേശിച്ചു എന്നാണ് എഴുത്തുകാരൻ. എങ്ങനെയാണെന്നറിയാമോ? പീലാത്തോസ് ക്രൂരനായ ഒരു ഭരണകർത്താവായിരുന്നു. അപ്പൊ പീലാത്തോസിനെ തങ്ങൾക്ക് ഗവർണറായി നിയമിച്ചു എന്ന് കേട്ടപ്പോൾ യഹൂദന്മാരൊക്കെ ഒന്നിച്ചു കൂടിയിട്ട് പറഞ്ഞു, അയാളെ ഞങ്ങൾക്ക് വേണ്ട. പീലാത്തോസിന് യെരൂശലേമിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, റോമിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അവസാനം പാതിരാത്രിക്ക് ആയിരക്കണക്കിന് പടയാളികളെ കാവൽ നിർത്തി യഹൂദന്മാരെ വാൾത്തലയിൽ ചേർത്ത് നിർത്തിയാണ് ആർക്കകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്? പീലാത്തോസിന്. അപ്പൊ പുള്ളിക്ക് അറിയാവുന്ന ഏക ഭാഷ വാളിന്റെ ഭാഷയാ. രണ്ടാമത്തെ യാത്ര, പീലാത്തോസ് ആരെ ന്യായം വിധിച്ചുവോ ആ ക്രിസ്തുവിന്റെ യാത്രയാണ്. അതും യെരൂശലേമിലേക്കാണ്. പക്ഷെ അത് രാത്രി വെട്ടത്തിലല്ല, പകൽ വെളിച്ചത്തിൽ. ആയുധങ്ങളുടെ അകമ്പടികൾ കൊണ്ടല്ല. ചുറ്റും നിന്ന പുരുഷാരം, ആയിരക്കണക്കിന് പുരുഷാരം കയ്യിൽ ഈന്തപ്പനകളും കുരുത്തോലകളും എടുത്തു. മരച്ചില്ലകളും ഈന്തപ്പനകളും കയ്യിലെടുത്ത് ഓശാന പാടി 118 സങ്കീർത്തനം പാടി. ഈ ഈന്തപ്പനകളും കുരുത്തോലകളും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അതിന്റെ യഥാർത്ഥ അർത്ഥതലങ്ങളിലേക്ക് എത്തിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂപ്രവാസ പ്രയാണത്തിൽ അവര് വീടുണ്ടാക്കാൻ വേണ്ടി ശരണം പ്രാപിച്ച 2 കാര്യങ്ങളാ, മരച്ചില്ലയും ഈന്തപ്പനയും. അതാണ് രക്ഷകന്റെ വരവിൽ അവർ കയ്യിലെടുക്കുന്ന അവരുടെ ആയുധങ്ങൾ. തങ്ങൾക്ക് ശീലമുള്ള ആയുധങ്ങളാണ് അവരെടുക്കുന്നത്. ഈന്തപ്പനകളും കുരുത്തോലകളും എടുക്കുകയാണ്. വാളില്ല, വായ്ത്തലകളുടെ കാവലില്ല, ഭയങ്ങളില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാത്ര, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്കുള്ള നമ്മുടെ യാത്ര ഭയത്തിന്റെ അകമ്പടിയിലാവുമോ? നമ്മുടെ പങ്കാളിയുടെ അടുക്കിലേക്കുള്ള നമ്മുടെ യാത്ര പീലാത്തോസ് യാത്ര ചെയ്ത പോലെ മുൾമുനയിൽ നിർത്തിയിട്ടാണോ യാത്ര? ഇല്ല. ഭയം കൊണ്ട് ആരുടെയും മനസ്സിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. ഭയം കൊണ്ട് ആരുടെയും മനസ്സിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. സ്നേഹം കൊണ്ട് മാത്രമേ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. സ്നേഹിച്ചു മാത്രമേ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തുവാനും എത്തപ്പെടുവാനും ഒക്കെ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മറക്കാതെ ഓർക്കണം പ്രിയപ്പെട്ടവരെ. ഉണ്ട് മീഖാ പ്രവാചകൻ യുഗാന്ത്യപരതയെ പറ്റി പറയുമ്പോൾ ഒന്നാമത്തെ മാറ്റം, എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ അവർ വെപ്പൺസ്. നമ്മുടെ ആയുധങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവണം. ഇങ്ങനൊരു കഥയുണ്ട്. രാജാവ് ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു കൊട്ടാരം പണിയാൻ തീരുമാനിച്ചു. ഈച്ച പോലും പുള്ളി അറിയാതെ അകത്ത് കിടക്കരുത്. ഈ കൊട്ടാരമൊക്കെ ഉണ്ടാക്കി അദ്ദേഹം പുറത്തു നിന്ന് പറഞ്ഞു, കൊള്ളാം, ആർക്കും കടന്നു കയറാൻ കഴിയാത്ത സുരക്ഷിത കൊട്ടാരം. അപ്പൊ ഒരു ഭ്രാന്തൻ അപ്പുറത്തിരിപ്പുണ്ട്. അദ്ദേഹം വല്ലാതെ പൊട്ടി ചിരിച്ചു. രാജാവ് ചോദിച്ചു, നീ എന്താടാ ചിരിക്കണേ? രാജാവേ, അങ്ങയുടെ കൊട്ടാരത്തിന് ഞാനൊരു സുഷിരം കാണുന്നുണ്ട്. രാജാവ് അത്ഭുതപരിവന്തനായി. ഈച്ച പോലും കടക്കാൻ പറ്റാതെ ഞാൻ പണിത കൊട്ടാരത്തിൽ സുഷിരമോ? ആ ഭ്രാന്തൻ പറഞ്ഞു, തോണ്ട ആ വാതില് ഒരു സുഷിരമല്ലേ? രാജാവ് ആദ്യമായിട്ടാ കാണുന്നേ. പറഞ്ഞു, ഭ്രാന്തനോട് പറഞ്ഞു, പൊട്ട, അത് വാതിലാ. അപ്പൊ അവൻ ചോദിച്ചു, അതിലൂടെ ഈച്ചയല്ലല്ലോ, ആന വരെ അകത്ത് കിടക്കുമല്ലോ. അവന്റെ ചോദ്യം, ഈച്ചയല്ല, ആന വരെ അകത്ത് കിടക്കും. അപ്പൊ രാജാവ് പറഞ്ഞു, ഇല്ല, അത് കാക്കാൻ തക്കവണ്ണം ഞാൻ മിടുക്കന്മാരായ കാവൽക്കാരെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഭ്രാന്തൻ ചോദിച്ചു, ഉറപ്പാണോ? അവര് വിശ്വാസമുണ്ടോ? ആരെങ്കിലും നമ്മോട് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു വിശ്വാസക്കേടുണ്ടല്ലേ. അപ്പൊ ഈ രാജാവിന് പ്രശ്നം ഉണ്ടായി. എടാ, വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അവൻ ചിന്തിച്ചു, ഇനിയിപ്പോ ഇത് ശത്രുവിന് ചാരനാകുമോ, ഇവൻ എന്നെ ഒറ്റിക്കൊടുക്കുമോ? ഉടനെ രാജാവ് കൽപ്പനയിട്ടു, വാതിൽ ഇളക്കി മാറ്റ്, അതുകൂടെ കെട്ടിയടക്കേ. അവൻ കെട്ടിയടച്ചു. അപ്പൊ മുമ്പത്തെക്കാൾ ഉച്ചത്തിൽ വീണ്ടും ഭ്രാന്തൻ ചിരിക്കാൻ തുടങ്ങി. രാജാവിന് ദേഷ്യം വന്നു. നീ എന്താടാ ചിരിക്കുന്നു ചോദിച്ചും പറഞ്ഞു, രാജാവേ,
ഇപ്പോഴങ്ങൾ പണിതത് കൊട്ടാരമല്ല, ഇപ്പോഴങ്ങൾ പണിതത് ശവകുടീരമാണ്. ശവകുടീരങ്ങൾക്ക് മാത്രമേ എന്തില്ലാതെ പോകുന്നുള്ളൂ? ശവകുടീരങ്ങൾക്ക് മാത്രമേ വാതിലുകളില്ലാതെ പോകുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, നാം എന്താണ് പണിയുന്നത്? വീടോ ശവകുടീരങ്ങളോ? നാം എന്താണ് പണിതു തീർക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഭവനമോ ശവകുടീരങ്ങളോ എന്ന് വളരെ ശാന്തമായി നാം അന്വേഷിക്കണം. കാറ്റും വെളിച്ചവും കയറാത്ത ഭദ്രതയെ പറ്റി ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ആദ്യ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുക. മീഖാ പ്രവാചകൻ പറഞ്ഞു, നോ ഫിയർ നോ വാർ ഫോർമുലയിലേക്ക് എത്തണമെങ്കിൽ മുറിവേൽപ്പിക്കുന്ന ആയുധങ്ങളിൽ നിന്ന് മുറിവുണക്കുന്ന ആയുധങ്ങളിലേക്ക് നാം മാറണം. മുറിവേൽപ്പിക്കുന്ന ആയുധങ്ങളിൽ നിന്ന് മുറിവുണക്കുന്ന ആയുധങ്ങളിലേക്ക് we need a drastic change. രണ്ടാമത്തെ മാറ്റം അതോടെ പറയുമ്പോൾ കൃത്യസമയത്ത് നമുക്കിത് അവസാനിപ്പിക്കാം. മീഖാ പ്രവാചന പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, ദ സെക്കൻഡ് ചേഞ്ച്. അവർ ഓരോരുത്തരും താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. അവർ ഓരോരുത്തരും താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ യുവർ ഹോം അറ്റ്മോസ്ഫിയർ. നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ സമഗ്രമായ മാറ്റമുണ്ടെങ്കിൽ മാത്രമേ നോ ഫിയർ നോ വാർ ഫോർമുലയിലേക്ക് എനിക്ക് നിങ്ങൾക്കും എത്താൻ കഴിയൂ. ഒന്ന്, ഞാൻ പറഞ്ഞത് ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ അവർ വെപ്പൺസ്. രണ്ട്, ഇവിടെ മീഖാ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിത ശൈലിയിൽ തന്നെ ഒരു ഉടച്ചു വാർക്കൽ ആവശ്യമാണ്. എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ അവർ ലൈഫ് സ്റ്റൈൽ. എങ്കിൽ മാത്രമേ ഫിയറും വാറും കലഹങ്ങളും ഒക്കെ നമ്മുടെ ജീവിത അനുഭവങ്ങളിലേക്ക് ഒഴിഞ്ഞു മാറി we can live in an eschatological era, ഒരു യുഗാന്ത്യപരമായ തലങ്ങളിൽ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, മറക്കരുത്. എന്താ നമ്മുടെ ജീവിതശൈലി? ഗ്യാസ് ട്രബിളായി മാറിയ കാലമല്ലേ? ഹാർട്ട് അറ്റാക്കായി മാറിയ കാര്യമല്ലേ? കിഡ്നി ട്രബിളായി മാറിയ കാലമല്ലേ? നെർവ് ബ്ലോക്കായി മാറിയ കാലമല്ലേ? അസ്ഥി തേഞ്ഞു തുടങ്ങിയ കാലമല്ലേ? വെരിക്കോസ് വലിഞ്ഞു മുറുകിയ കാലമല്ലേ? ഈ കുഴപ്പമില്ലാത്ത എന്തെങ്കിലും അവയം ഈ ശരീരത്തിൽ കൊണ്ട് കാണിക്കാമോ? എവിടെയാ? നമ്മുടെ ജീവിത പശ്ചാത്തലങ്ങളിൽ ഒരു ഫിയറും കലഹങ്ങളും ഇല്ലാതാക്കാൻ പര്യാപ്തമാക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ട് ചൈനീസ് ബാംബു, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ. പിന്നെ നമ്മുടെ വീട്ടിലുള്ളത് സോക്സ് ഇട്ടിരിക്കുന്ന അമ്മച്ചിമാര്. ഗ്രാനൈറ്റ് തൊട്ടാ ഭയങ്കര തണുപ്പ്, അമ്മച്ചി സോക്സ് ഇട്ട് അകത്തിരിക്കണേ. സാധാരണഗതിയിൽ ഈ ആശുപത്രിയിൽ ഭവന സന്ദർശനത്തിന് പോകുമ്പോൾ ഇടുപ്പല്ല് പൊട്ടി, നട്ടല് പൊട്ടി, പല്ല് പോയ ഒത്തിരി അമ്മച്ചിമാർ കിടപ്പുണ്ട്. ഇതെല്ലാം മോൻ കൊണ്ടിട്ട് കൊടുത്ത റാസൽ കൈമേ ടൈൽസിൽ തെറ്റി ഇടുപ്പല്ല് പോയ വല്യപ്പന്മാരുമുണ്ട്. അപ്പൊ നമ്മുടെ ഗൃഹാന്തരീക്ഷണങ്ങൾ ഭദ്രമാക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അത് സംഘർഷപൂരിതമാണ്. പലപ്പോഴും നാം അറിയാത്ത അസ്വസ്ഥതയിലേക്ക് നാം എത്തി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നിയിട്ടുണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് നാം വിമോചിപ്പിക്കപ്പെട്ടു. സമ്പത്തിൽ നിന്ന് നമ്മെ ഇനി ആരാ വിമോചിപ്പിക്കുന്നേ? എല്ലാരും എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നു. ഒന്നുകൂടെ ആവർത്തിപ്പിക്കട്ടെ. ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മളൊക്കെ വിമോചിപ്പിക്കപ്പെട്ടു. നമ്മുടെ സമ്പത്തിൽ നിന്ന് ഇനി എന്നാ നമ്മളെ വിമോചിപ്പിക്കപ്പെടുക? ഈ അടുത്ത കാലത്ത് അമ്മച്ചി പറഞ്ഞാ എന്നെ ദൈവം ഇത്ര അനുഗ്രഹിക്കണ്ടായിരുന്നു. അമ്മച്ചിയുടെ പറച്ചില്ല, ദൈവം എന്നെ ഇത്രയും. അമ്മച്ചിയുണ്ട്, 2 പട്ടിയുണ്ട്, പിന്നെ അമ്മച്ചി എങ്ങനെ പറയാതിരിക്കുക? എന്നെ ഇത്ര അനുഗ്രഹിക്കണ്ടായിരുന്നു. അതാണ് അവിടെ നിന്നാണ് അച്ഛൻ ഈ ചോദ്യം ചോദിക്കുവാൻ ശ്രമിക്കുന്നത്. ദാരിദ്ര്യത്തിൽ നാമൊക്കെ മോചിപ്പിക്കപ്പെട്ടു. ഇനി സമ്പത്തിൽ നിന്ന് നമ്മെ ആരാ മോചിക്കുക? നാം എന്നാണ് മോചിപ്പിക്കപ്പെടുക? എന്ന് മുതലാണ് മോചിപ്പിക്കപ്പെടുക? ശാന്തമായി ആലോചിക്കുക പ്രിയപ്പെട്ടവരെ. ഏകാന്തത വിധിക്കുന്നവരുണ്ട്, ഏകാന്തത സൃഷ്ടിക്കുന്നവരുണ്ട്. ഇല്ലേ? രണ്ടുമില്ലേ? ഏകാന്തത വിധിക്കുന്നവരുണ്ട്, ഏകാന്തത സൃഷ്ടിക്കുന്നവരുമുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് നാഷണൽ ജിയോഗ്രഫിക്കൽ ചാനൽ പിള്ളേർ കണ്ടപ്പം കൂട്ടത്തിൽ വേറെ പണിയില്ലാത്തപ്പം കണ്ടതാ. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഹിംസയുടെ
ഭാവമായി കാണുന്ന സിംഹക്കൂട്ടം. അവർ നടന്നു പോകുമ്പോൾ കൂട്ടത്തിൽ ഒരു കൊച്ചു സിംഹം കുഴിയിൽ വീണ് കാലൊടിഞ്ഞപ്പോൾ അവരെന്ത് സാഹസത്തോടു കൂടിയാണ് ആ മുറിവേറ്റ ആ സിംഹക്കുട്ടിയെ എടുത്തുകൊണ്ട് ഉൾക്കാട്ടിലേക്ക് പോകുന്നത്. അപ്പൊ എൻ്റെ മനസ്സിൽ കൂടെ വല്ലാത്തൊരു ഇടിമിന്നൽ പോയി. മുറിവേറ്റവയെ താങ്ങുവാൻ വന്യമൃഗങ്ങൾക്ക് കഴിയുമ്പോൾ നമുക്കത് കഴിയാറുണ്ടോ? നമ്മൾ മുറിവേറ്റവനെ വലിച്ചെറിയയില്ല. നാം പിന്നെ എന്ത് പരിഷ്കൃതരാ? നമ്മെ ആരാണ് പരിഷ്കൃതരെന്ന് വിളിക്കുക? നാം കാട്ടുപോത്തെ, കാട്ടുമൃഗം എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞ ഇത് പോത്തിനെ നാം അപമാനിക്കുക. കാട്ടുപോത്ത് ഒരിക്കലും ചെയ്യില്ല. തങ്ങളിൽ മുറിവേറ്റതിനെ അത് അവഗണിക്കാറില്ല. നാമോ മുറിവേറ്റവനെയും ബലമില്ലാത്തവനെയും ഒക്കെ നാം അവഗണിക്കുകയല്ലേ? ബലമില്ലാത്തവനെയും ഗുണമില്ലാത്തവനെയും നിറമില്ലാത്തവനെയും ഒക്കെ ഞാനും നിങ്ങളും ഇവിടെ അവഗണിക്കുകയല്ലേ? ഇവിടെ ആരാണ് പരിഷ്കൃതർ? ആരാണ് പ്രിയപ്പെട്ടവരെ പരിഷ്കൃതർ? നാം തമ്മിൽ ചോദിക്കണം. അതുകൊണ്ടാണ് മീഖാപ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ അത്തിവൃക്ഷത്തിന്റെ നടുവിലേക്ക്, മുന്തിരിവള്ളിയുടെ നടുവിലേക്ക് നിങ്ങൾ എത്തണം. നിങ്ങളുടെ വാസസ്ഥലങ്ങൾ അത്തി അത് പ്രതീക്ഷയുടെ തളിർപ്പ, മുന്തിരി അത് സഭയുടെ നിറവാ. മുന്തിരി അത് സഭയുടെ നിറവും, അത്തി അത് ഭദ്രത നിറവും. അതിലേക്ക് നിങ്ങൾ എത്തണം. ഈ ആഹാരത്തിന് പഞ്ഞമില്ലാത്തൊരു കാലം. പക്ഷെ ആഹാരത്തിന് പഞ്ഞം ഉണ്ടായിരുന്നെങ്കിലും വീട്ടിൽ രണ്ട് കാര്യത്തിന് പഞ്ഞമില്ലായിരുന്നു: കാറ്റും വെളിച്ചവും. ഒരു പഞ്ഞവും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? കാരണം മേളിൽ ഓലയുടെ മണ്ടക്കൂടെ പലതും ഈ പോരും, ഓട് പൊട്ടിയിരിക്കുന്നതുകൊണ്ടും പോരും. പിന്നെ ഇന്നത്തെ പോലെ വിൻഡോ കട്ടണൊന്നും ഇല്ലാത്തതുകൊണ്ട് വീടിനെ ആകപ്പാടെ അടച്ചിട്ട് ഓരോ കഥയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ ജനാലകളാ, ഇഷ്ടം പോലെ കാറ്റും വിളി. ഇതെല്ലാം നമ്മൾ അടച്ചു പൂട്ടി. മുമ്പേ പറഞ്ഞ പോലെ ശവകുടീരങ്ങളായി മാറി. അടച്ചു പൂട്ടി ഉള്ളിൽ AC ഇട്ട് എന്തായിട്ടു കംപ്ലീറ്റ് അടച്ചു പൂട്ടിട്ട് അകത്ത് AC ഇട്ടു. ഇപ്പൊ എല്ലാം മരവിപ്പാ, മൊത്തം മരവിപ്പാ. എങ്ങനെയുണ്ട് ജീവിതം? ഓ, എന്നാ പറയാൻ അച്ചോ, തട്ടി മുട്ടി ഇങ്ങനെ പോകുന്നു. മക്കള് വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. ഒരു മരവിപ്പ. എല്ലാത്തിനെ പറ്റി ഒരു മരവിപ്പ. ആർക്കും ഒരു ഊർജ്ജസ്വലതയില്ല. മൊത്തം മരവിപ്പ. കാല് മരവിപ്പ്, ചെവി മരവിപ്പ്, തലമരവിപ്പ്. ഇങ്ങനെ ഒരു മരവിപ്പിന്റെ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോ what is the meaning in that? എന്താണ് അതിന്റെ അർത്ഥം? നമുക്കൊരു മാറ്റം ഉണ്ടാവണ്ടേ ജീവിതത്തിൽ? ഇങ്ങനെ ഒരു മരവിപ്പിന്റെ ഒരു ലോകത്ത് നാം ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? നമുക്കൊരു മാറ്റം ഉണ്ടാവണ്ടേ പ്രിയപ്പെട്ടവരെ? ആ മാറ്റത്തെപ്പറ്റി ഞാനും നിങ്ങളും സ്വപ്നം കാണണ്ടേ പ്രിയപ്പെട്ടവരെ? ചിരിക്കാൻ നേരമില്ലാത്ത, ചിരിപ്പിക്കാൻ നേരമില്ലാത്ത, കരയാൻ നേരമില്ലാത്ത, കരച്ചിൽ കാണാൻ നേരമില്ലാത്ത ഒരു തല. പിന്നെ ആകപ്പാടെ നമ്മുടെ ആശ്വാസം ഏറെ ആയാൽ 80 സംവത്സരം. എത്ര സംവത്സരം? കണക്കൂട്ടി വെച്ചേക്ക. 55 ആയുള്ളൂ, ഇനിയുണ്ട് കുറച്ചുകൂടെ. അതാണ് നമ്മുടെ ആശ്വാസം. എല്ലാവരുടെയും കൈ പേപ്പറും പേനൊക്കെ ഉണ്ടല്ലോ, കണക്ക് കൂട്ടിക്ക്. ഈ 80 വർഷം എന്നത് ദിവസത്തിലൊന്ന് എണ്ണിപ്പറക്കി എടുക്കാമോ? 80 വർഷം എന്നുള്ള ദിവസത്തിൽ എണ്ണിപ്പറക്കിയ 30,000 ദിവസമേ ഉള്ളൂ. ഈ 30,000 ദിവസത്തിൽ ഇപ്പൊ എത്ര ദിവസം പോയി? ഓ, പലരുടെ മുഖത്തെ പ്രസാദമൊക്കെ പോയി. എൻ്റെ അച്ഛൻ അത്രയും ദിവസം പോയോ? ഇനി ബാക്കി എത്ര ദിവസം ഉണ്ട്? ഒന്ന് ചിരിക്കുമോ പ്ലീസ്? ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഒന്ന് ചിരിക്കാൻ പറ്റുമോ? നമ്മളിങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുക. ഒന്ന് ചിരിക്കുന്നേ. 10,000 ദിവസം പോയി. ഇനി 10,000 ദിവസം കൂടെ ഉള്ളൂ ഈ ലോകത്ത്. ചിരിക്കാൻ പറ്റുമോ? ഇനി ചിരിക്കാൻ പറ്റത്തില്ലെങ്കിൽ കരയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതൊന്നും പറ്റില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും ചെയ്യാതെ നമ്മുടെ ജീവിത അനുഭവങ്ങൾ നമ്മൾ എത്തി നിൽക്കുകയാണ്. We need drastic changes. നമുക്ക് മാറ്റം ഉണ്ടായേ മറ്റുള്ളൂ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ പ്രവാചകൻ പറയുന്ന ഫിയർ നോ വാർ ഫോർമുലയിലേക്ക് ഞാനും നിങ്ങളും എത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവണം? മാറ്റം അനിവാര്യമാണ്. മാറ്റം അനിവാര്യമാകുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതാനുഭവങ്ങളിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ. എത്തിക്കപ്പെടുവാനും നമുക്ക് കഴിയുള്ളൂ. അട്ടെ, എന്നെ സ്നേഹിക്കണം എന്ന് ആർക്കെങ്കിലും നിർബന്ധം പിടിക്കാൻ കഴിയുമോ? പറ്റുമോ? ഇല്ല. സ്നേഹിക്കപ്പെടുവാൻ നിന്നു കൊടുക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. ഇതല്ലേ നമ്മുടെ പ്രശ്നം? മോനൊരുത്തിയെ കെട്ടി വീട്ടിൽ കൊണ്ടിട്ടുണ്ട്. പിറ്റേ ദിവസം തൊട്ട് അവൾ എന്നെ ബഹുമാനിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഇതാണ്
പ്രശ്നം. ഭാര്യാഭർത്ത് ബന്ധത്തിൽ ഇത് തന്നെയാണ് പ്രശ്നം. ആദ്യത്തെ നാളിലൊക്കെ കുഴപ്പമില്ല, ഹണിമൂണ്, ബേബി മൂണൊക്കെ കഴിഞ്ഞപ്പോൾ ഭർത്താവിനൊരു സംശയം, അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഭാര്യയ്ക്കൊരു സംശയം, പണ്ടത്തെ പോലെ അതിയാൻ എന്നെ. എന്റെ ചോദ്യം, മഹത്തായ സ്നേഹത്തിന് അടയാളങ്ങൾ വേണോ? ആട്ടെ, നിങ്ങൾ പറഞ്ഞിട്ട് വേണോ? നമുക്ക് വേണം. മഹത്തായ സ്നേഹത്തിന് അടയാളങ്ങൾ വേണ്ട പ്രിയപ്പെട്ടവരെ. മഹത്തായ സ്നേഹത്തിന്, ഭാര്യയുടെ സ്നേഹത്തിന് അടയാളം വെക്കുന്നവൻ മണ്ടനാ. ഭർത്താവിന്റെ സ്നേഹത്തിന് അടയാളം വെക്കുന്നവൻ, അങ്ങനെ അടയാളം വെക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചത് ജോയി ആലുക്കോസാ. ജോയി ആലുക്കോസ് നമ്മുടെ ദിലീപിനെ രംഗത്തിറക്കിയിട്ട് പറഞ്ഞു, ഭാര്യയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഒരു 3 നെക്ലേസ് എങ്കിലും വാങ്ങിച്ചോ, നീ സന്തോഷവതിയായിരിക്കട്ടെ. അത് ജോയി ആലുക്കോസ് പഠിപ്പിച്ച സമവാക്യ, ദൈവം പഠിപ്പിച്ച സമവാക്യ അല്ലത്. ദൈവം നമ്മെ പഠിപ്പിച്ച സമവാക്യം അതല്ല. മഹത്തായ സ്നേഹത്തിന് അടയാളങ്ങളില്ല. നാമാണ് മഹത്തായ സ്നേഹത്തിന് അടയാളങ്ങളെ സൃഷ്ടിക്കുന്നത്. നമുക്കൊരു മാറ്റം ഉണ്ടാകുമോ പ്രിയപ്പെട്ടവരെ ജീവിതാനുഭവങ്ങൾ? അതോ എല്ലാം മരവിച്ചു പോയ തലങ്ങളിലേക്കാണ് എത്തി നിൽക്കുക? അത്തിവൃക്ഷം എയർ ഫ്രഷറിന്റെ സുഗന്ധമായി മാറിയതാണോ കുഴപ്പം? മുന്തിരി പാടങ്ങൾ, ഓർക്കിഡ് പുഷ്പങ്ങൾ കൃത്രിമത്വമായി മാറിയതാണോ നമ്മുടെ കുഴപ്പം? എന്താ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഷോക്കേസുകൾ നിറയുന്നുണ്ട്, മനസ്സ് മാത്രം അത് വലിയ കുഴപ്പാ. ഷോക്കേസുകൾ നിറയുകയും മനസ്സുകൾ നിറയാതെ പോകുകയും ചെയ്യുന്നത് ജീവിതത്തിന്റെ വലിയ ദുരന്തമാണ് പ്രിയപ്പെട്ടവരെ. അത് ഏറ്റവും വലിയ ദുരന്തമാണെന്ന് ഓർമ്മിപ്പിക്കുവാൻ കഴിയണം. ഇവിടെ തന്നെ രേഖപ്പെടുത്തുന്നു, ഓരോരുത്തരും താന്റെ, അത് ശ്രദ്ധിച്ചു വായിക്കണം, താന്റെ മുന്തിരിവള്ളിയുടെയും മുന്തിരിവള്ളിയുടെ കീഴിലും, അത്തിവൃക്ഷത്തിന്റെ വെല്ലോന്റെ മുന്തിരിവള്ളിയുടെ കീഴിലല്ല, താന്റെ നമ്മുടെ പൈതൃകങ്ങളിലേക്ക്, നമ്മിലേക്ക്, നാം ആരാണ് എന്ന ബോധ്യങ്ങളിലേക്ക് എത്തണം. ഈ വീടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കയറി കിടക്കാൻ ഒരു ഇടം എന്നാണ് ഇപ്പൊ നമ്മൾ വ്യാഖ്യാനിക്കുക. അല്ല, ആരാ നിങ്ങളോട് പറഞ്ഞ വീട് കയറി കിടക്കാൻ? നമ്മുടെ സത്രത്തിൽ പോയി കിടന്നാ പോരെ, ലോഡ്ജിൽ പോയി കിടന്നാ പോരെ? വീട് കയറി കിടക്കാനുള്ള ഇടമല്ല. ഇപ്പം പറയും കയറി കിടക്കാൻ ഒരു കൂര. എന്താ അച്ഛാ, ഞാൻ ഗൾഫിലൊക്കെ പോയി 1 കോടി രൂപയ്ക്ക് കയറി കിടക്കാൻ ഒരു കൂര ഉണ്ടാക്കി. അതാണ് നമ്മുടെ പ്രയോഗം. തെറ്റാണ് ഈ പ്രയോഗം. കയറി കിടക്കാനുള്ള ഇടമല്ല വീട്. നിന്റെ വീട് നിന്റെ ആളത്വത്തെ രൂപീകരിക്കുന്ന ഇടമാണ്. നീ ആരാണ് എന്ന് നിന്നെ രൂപപ്പെടുത്തുന്ന ഇടമാണ് നിന്റെ ഭവനം. നിന്റെ മക്കളെ രൂപപ്പെടുത്തുന്ന ഇടമാണ് നിന്റെ ഭവനം. നിന്റെ ചിന്തകളെ രൂപപ്പെടുത്തുന്ന ഇടമാണ് നിന്റെ ഭവനം. നിന്റെ സ്വപ്നങ്ങളെ രൂപപ്പെടുത്തുന്ന ഇടമാണ് നിന്റെ ഭവനം. നിന്റെ ദർശനങ്ങളെ രൂപപ്പെടുത്തുന്ന ഇടമാണ് നിന്റെ ഭവനം. ഉണ്ടോ? അത് മാത്രമില്ല. ചിന്തകളെ രൂപപ്പെടുത്തുവാൻ, നിന്റെ ആളത്വത്തെ, നിന്റെ സ്വത്താവബോധത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, പരുവപ്പെടുത്തുവാൻ കഴിവുള്ള ഇടമാണ് നമ്മുടെ ഭവനം. ആ തരത്തിൽ അതിനെ കാണുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവർ എനിക്കെങ്കിലും കഴിയും. അതാണ് മീഖാ പ്രവാചകൻ പറഞ്ഞ, നിന്റെ മുന്തിരിവള്ളിയുടെ, നിന്റെ അത്തിവൃക്ഷങ്ങളുടെ തണലിലേക്ക് നീ മടങ്ങിയെത്തണം. നാം പലപ്പോഴും വല്ലവരും ഒക്കെ കാണിച്ചു തന്ന ജീവിത അനുഭവങ്ങളുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ജീവിത അനുഭവങ്ങളിലേക്ക് എത്തുവാൻ കഴിയുമോ? നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് കൃത്രിമത്വത്തിന്റെ ആർട്ടിഫിഷ്യൽ ഹാപ്പിനെസ്സാ, കൃത്രിമത്വത്തിന്റെ സന്തോഷമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. മീഖാ പ്രവാചകന്റെ മൂന്നാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ആരും നിങ്ങളെ, ഇവിടെ എഴുതിയിട്ടുണ്ട്, ആരും നിങ്ങളെ ഭയപ്പെടുത്തുക. നോ ഫിയർ. ആട്ടെ, പൂട്ടില്ലാത്ത വീട്ടിൽ നമ്മുടെ അപ്പനും അമ്മയും സുഖമായിട്ട് ഉറങ്ങി. പൂട്ടുള്ള വീട്ടിൽ നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? ഉത്തരം എന്നോട് പറയേണ്ട, മനസാക്ഷിയോട് ചോദിച്ചാൽ മതി. പൂട്ടില്ലാത്ത വീട്ടിൽ നമ്മുടെ അപ്പനും അമ്മയും സുഖമായിട്ട് ഉറങ്ങി. പൂട്ടുള്ള വീട്ടിൽ നമ്മൾ എന്താ ഉറങ്ങാത്തെ? പെട്ടി പൂട്ടി, വീട് പൂട്ടി, കൂട് പൂട്ടി, പൂട്ടാവുന്ന പൂട്ടൊക്കെ പൂട്ടി, പിന്നെ പോരാത്തിന് വെബ് ക്യാമറയും വെച്ചു. എന്നാലും എൻ്റെ അച്ഛൻ അവിടെ ഉണ്ടോ എന്ന് നിർബന്ധമില്ല.
ഞാനിത് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിൽ പരത എവിടെയോ വരുന്ന ഒരു വരുംകാല യാഥാർത്ഥ്യം അല്ല, അത് വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. ആ യുഗാന്ത്യപരതയിൽ മീഖാ പ്രവാചകൻ വിവക്ഷിക്കുന്ന നോ ഫിയർ നോ വാർ, കലഹങ്ങളില്ലാത്ത, ഭയമില്ലാത്ത ഒരു നല്ല കാലത്തിലേക്ക് നാം എത്തണമെങ്കിൽ വി നീഡ് ഡ്രാസ്റ്റിക് ചേഞ്ചസ്. 2 മാറ്റമാണ് പറഞ്ഞത്. ഒന്ന്, ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ അവർ വെപ്പൺസ്. വെപ്പൺ എന്നതൊരു ഭൗതിക ആയുധം എന്ന തലത്തിൽ മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള ചിന്തകളും ദർശനങ്ങളും ഉൾപ്പെടെയുള്ള മൊത്തം ആയുധങ്ങളിലും സമഗ്രമായൊരു മേൽക്കോയ്മകളില്ലാത്ത, ക്രൂരതകളില്ലാത്ത, നിശബ്ദതകളില്ലാത്ത ഒരു തലങ്ങളിലേക്ക് എത്തണം. രണ്ടാമതായിട്ട് അച്ഛൻ പറയാൻ ശ്രമിച്ചത് വി നീഡ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ അവർ ഹോം അറ്റ്മോസ്ഫിയർ. നമ്മുടെ വാസസ്ഥലങ്ങളിൽ ആ മാറ്റം ഉണ്ടാവണം. ഭൗതികതയുടെ അതിപ്രസരങ്ങൾ കടന്നാക്രമിച്ചിരിക്കുന്ന നമ്മുടെ ഭൗതിക ജീവിത പശ്ചാത്തലങ്ങളിൽ ഒരു മാറ്റം നമുക്കുണ്ടാകുമ്പോൾ എന്താ മീഖ പറയുന്നത്? നോ ഫിയർ ആൻഡ് നോ വാർ. ഇതിലേക്ക് എത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ് നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കലൂടെ നിങ്ങളെ സംസാരിപ്പാൻ, ഈ പരിമല എന്ന വേദിയിൽ സംസാരിക്കുന്നതിൻ്റെ പ്രസക്തി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഈ അടുത്ത കാലത്ത് അമേരിക്കൻ ഐക്യനാടുകളിൽ പോയി വരുമ്പോൾ അവിടെയുള്ള ഭൂരിഭാഗം ആളുകളും സംസാരിച്ചത് പരിമലയിൽ നടത്തിയ പ്രസംഗത്തെ പറ്റിയാണ്. അപ്പം ഇവിടെ നിങ്ങൾ കുറച്ചു പേരെ ഉള്ളെങ്കിലും ഈ ദിവസം വലിയൊരു ജനം ഇത് കേട്ടു. ഞാൻ അവിടെ കണ്ടു, ഞാൻ ഇരിക്കുമ്പം തന്നെ പരിമലയിലെ പ്രസംഗം കാറയിൽ കേട്ടുകൊണ്ട് സഞ്ചരിക്കുന്ന വിശ്വാസികൾ. അപ്പം നിങ്ങൾ മാത്രമല്ല ഈ പ്രസംഗത്തിൽ പങ്കുചേർന്നത്, ലോകമെമ്പാടുമുള്ള ആളുകൾ ഇതിൽ പങ്കുചേരുകയാണ്. അപ്പം അവരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഒരു അവസരത്തിന് പ്രിയപ്പെട്ട MC കുര്യാക്കോസ് അച്ഛന്, പ്രിയ റമ്പാച്ചന്, സശ്രദ്ധമായ കേൾവിക്ക് നിങ്ങൾക്ക് സാധാരണ പരിമലയിൽ കുറച്ച് പേര് ഇരിക്കും, കുറച്ച് പേര് പോകും. പക്ഷെ ഇരുന്നവരാരും പോയില്ല എന്നുള്ളതും എൻ്റെ ഒരു സന്തോഷമാണ്. കൂടുതൽ ആളുകൾ ഇരുന്നു എന്നുള്ളതും എൻ്റെ ഒരു സന്തോഷമാണ്. നിങ്ങളുടെ ആ ഒരു ഇരിപ്പിനും ശ്രദ്ധമായ കേൾവിക്കും നിങ്ങളുള്ള നന്ദി രേഖപ്പെടുത്തി പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.